പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു ഗ്രൂപ്പുകാർ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. ആരൊക്കെയാ പ്രാർത്ഥിക്കേണ്ടത്? 3:18 ഭാര്യമാര് 19, ഭർത്താക്കന്മാർ 20, മക്കൾ 21, പിതാക്കന്മാരെ 22, ദാസന്മാരെ പിന്നെ 4:1 യജമാനന്മാരെ. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണം. ഭാര്യ പ്രാർത്ഥിക്കണം, ഭർത്താവ് പ്രാർത്ഥിക്കണം, മക്കള് പ്രാർത്ഥിക്കണം, പിതാക്കന്മാര് പ്രാർത്ഥിക്കണം, ദാസൻ പ്രാർത്ഥിക്കണം, യജമാനനും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന 3-4 പേർക്ക് കൊടുത്തേച്ച് നീ ക്ലിമാൻസ് കളിച്ച് നടക്കരുത്. അവരെ ടവറിലുണ്ട്, അതുങ്ങൾ കുത്തിയിരുന്ന എന്നും പറഞ്ഞ് ആ കുത്തുക്ക് കളിക്കുക. ഇടയ്ക്കിടയ്ക്ക് കുപ്പിയും വെള്ളവും കൊണ്ട് കൊടുക്കുന്നുണ്ട്, ജ്യൂസും. സ്തോത്രം. എല്ലാരും പ്രാർത്ഥിക്കണം. സകല എണ്ണവും പ്രാർത്ഥിക്കണം. ഭാര്യ പ്രാർത്ഥിക്കണം. അയ്യോ ഞങ്ങളുടെ അച്ചായന്റെ പ്രാർത്ഥന, അയ്യോ എന്റെ അച്ചായൻ ഭയങ്കര. അച്ചായൻ ചത്ത് കിടക്കുമ്പോൾ പറയും അച്ചായന്റെ പ്രാർത്ഥന. എടി നീയും പ്രാർത്ഥിക്കണമെന്ന്, എടാ ഞാനും പ്രാർത്ഥിക്കണമെന്ന്. സ്തോത്രം. സകല എണ്ണവും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയല്ല അച്ചാന് കൊടുത്തച്ച് നീ മൊബൈലിൽ കിടന്ന് മാന്തുകയല്ല. സഹോദര നിന്നോടും പറയാ, പ്രാർത്ഥനയെല്ലാം തങ്കമ്മയ്ക്ക് കൊടുത്തച്ച് നീ ചുമ്മാ ഇറങ്ങി നടക്കരുത്. ഭാര്യയും പ്രാർത്ഥിക്കണം, ഭർത്താവും പ്രാർത്ഥിക്കണം, പിള്ളേരും പ്രാർത്ഥിക്കണം, സകല എണ്ണവും പ്രാർത്ഥിക്കണം. സ്തോത്രം. ദാസനും യജമാനനും പിതാക്കന്മാര് എല്ലാവരും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുമ്പോഴേ ചില കാര്യങ്ങൾ ക്രമീകരിച്ചു വേണം പ്രാർത്ഥിക്കാൻ. ചുമ്മാ കയറി പ്രാർത്ഥിക്കരുത്. 18 വായിച്ചേ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുക. കീഴടങ്ങിയേച്ച് വേണം പ്രാർത്ഥിക്കാൻ. അയാളെ കാലുമടക്കി കനാലടിച്ചേച്ച് പോയി പ്രാർത്ഥിക്കരുത്. അമ്മാമ്മ ഭയങ്കര പ്രാർത്ഥനക്കാരിയാ. ഭർത്താവിനെ കാശിന് വില വെക്കുന്നില്ല. അയാൾ പറയാ മോളി ഉണ്ടാകും. അങ്ങനെ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കുകയല്ല. ഭർത്താവിനെ ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് വിധേയപ്പെട്ട് ബഹുമാനം കൊടുത്ത് വേണം അതിനുശേഷം പ്രാർത്ഥിക്കണം. ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറണം. അങ്ങനെ പെരുമാറുന്ന മാന്യ സഹോദരിമാരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ സഭയിലൊരു സഹോദരിയുണ്ട്. ഭർത്താവ് വിശ്വാസമാർഗത്തിൽ അല്ല. എന്തോ അവര് ഇപ്പോഴും ഒരു മിനിറ്റ് താമസിച്ച അന്നേരം പറ മാസ്റ്റർ ഞാൻ പോവാന്ന് പറയും. ഞാൻ പോവാ. ചിലപ്പം പറയും വണ്ടിയെ വിടാം. അത് നിൽക്കത്തില്ല. അവർ അന്നേരം പോവും. അല്ലെങ്കിൽ തന്നെ ഭക്ഷണം കൊടുക്കണം. നമ്മളോ ഞാൻ താമസിച്ചാൽ വരുള്ളൂ. 2 ദോശ എങ്ങാനും എടുത്ത് മേടിച്ചു കഴിക്കുമല്ലോ അവിടെ മാണ്ട് കിടക്കാൻ. അവൻ പിന്നെ ഉടനെ തട്ടുകടയിലോട്ട് പോയി. ഞാൻ തമാശ പറഞ്ഞതല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഭർത്താവിനെ ശുശ്രൂഷിക്കണം. ഇത് കീഴ്പ്പെട്ട് ശുശ്രൂഷിച്ച് വിധേയപ്പെട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഒരു വീട്ടിലെ പേരും സ്ഥലമൊന്നും പറഞ്ഞില്ല, വീട്ടില് പ്രാർത്ഥനാ മുറിയാ. അങ്ങേര് നല്ലൊരു മനുഷ്യനാ. അപ്പൊ അമ്മാമ്മ വലിയ പ്രവാചകിയാ. അപ്പൊ അദ്ദേഹം ഒരിക്കൽ ആ മുറിക്കൊക്കെ തുടർന്ന് അച്ഛാ ഈ മുറിയിൽ എന്തിനാ, ഇത് വിശുദ്ധന്മാരിരിക്കുന്ന മുറിയാ. അയാൾ പണിത വരെയാ. തള്ളയ്ക്ക് വല്ല വെളിവുള്ള തള്ളയാണ്. അയാൾ കഷ്ടപ്പെട്ട് പണിത വീട്, അയാളുടെ വീട്. അയാൾ ഇതിനെയെല്ലാം ഇതിനകത്ത് ഇരുത്തുന്നില്ലേ? അത് തന്നെ അയാളെ തുടുപ്പെടുത്ത് അടിച്ചിരുന്നല്ലോ ഓരോന്നിനെ. ആ മനുഷ്യൻ ആ മുറി കയറിപ്പോ ഈ തള്ള പറയുക എന്തിനാ ഇതിനകത്ത് ഇത് വിശുദ്ധന്മാര്. പാവത്താൻ അയാൾ പുറകോട്ടിറങ്ങിപ്പോയി. അയാൾ പറഞ്ഞു എന്നാ വിശുദ്ധന്മാരുമായിട്ട് നീ തന്നെ അവിടെ ഇരുന്നോളാൻ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അദ്ദേഹം രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നാ തോന്നുന്നത്. അങ്ങനെയുള്ള ബോധക്കേടുകാരും ഉണ്ട്. ആട്ടെ, നമ്മുടെ വിഷയമല്ല, വിട്ടേക്കാം. അപ്പോ ഭാര്യ പ്രാർത്ഥിക്കണം. പക്ഷെ ഇത് ചെയ്തേച്ച് വേണം പ്രാർത്ഥിക്കാൻ. 19 വായിച്ചേ സഹോദരി. ഭർത്താക്കന്മാരെ അവരും നിങ്ങളും പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി അവരോട് കൈപ്പായിരിക്കുകയും അരുത്. മക്കളെ അല്ലല്ല, ഇത് പറഞ്ഞേച്ചേ, ഇവരോട് പറഞ്ഞേച്ചേ. പിന്നെ മക്കളുടെ കാര്യം ഭാര്യയെ സംരക്ഷിക്കണം, പോറ്റി പുലർത്തണം. അപാകതകളും ന്യൂനതകളൊക്കെ കാണും.
ഒത്തിരി കാണും, ബലഹീനതയുണ്ടല്ലോ, അവര് സമ്മതിക്കുകയല്ല. പത്രോസ് പറഞ്ഞ ബലഹീന മാത്രമല്ല, അവർ അംഗീകരിക്കുകയല്ല. എന്നാലും നമ്മൾ അങ്ങ് അംഗീകരിച്ചു. ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തെന്നോ പെരുമാറിയെന്നോ വരത്തില്ല. പക്ഷെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ വിഷയ ക്വാളിറ്റി നോക്കിയല്ല സ്നേഹിച്ചത്, ഒരു യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ്. ആ സ്നേഹമാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കണ്ടേ. കരുതുവാനും സംരക്ഷിക്കുവാനും ബോധ്യ പുലർത്തുവാനും ഒക്കെ ദൈവം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിശ്വസിച്ചല്ലേ ഇതുങ്ങൾ ഇറങ്ങിയേക്കുന്നേ. ചിലക്ക് പിന്നെ ദൈവത്തിലും വിശ്വാസമില്ല. എൻ്റെ അച്ഛൻ, നീ എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കാൻ ആദ്യം ദൈവത്തിൽ വിശ്വസിക്ക്. സ്തോത്രം. നിന്നെ ദൈവം കൈവിടുകയല്ല. പ്രൈസ് ദി ലോർഡ്. അച്ചായനെ ത്യജിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിന് ദൈവമായ എല്ലാത്തിനും മതിയായവൻ. അതല്ലേ മുമ്പേ വായിച്ചത്, യേശു സകലത്തിലും മുമ്പനാ. നിന്നെ പുലർത്താനും നിന്റെ ദൈവം വിശ്വസ്തനാ. പക്ഷേ സഹോദരന്മാര് പ്രാർത്ഥിക്കണം, സ്നേഹിച്ച് സംരക്ഷിച്ച് പോറ്റി പുലർത്തി ദൈവസ്നേഹം. എന്തിന് പിതാക്കന്മാരോട് വായിച്ചേ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിക്കുക. സകലത്തിലും അനുസരിക്കണം. മാതാപിതാക്കളെ അനുസരിക്കണം. പിള്ളേരെ ഇന്ന് മിക്ക വീട്ടിലും പിള്ളേരെ പേടിച്ച് മാതാപിതാക്കളെ ജീവിക്കുക. മിക്ക വീട്ടിലും അതെ. ഞാൻ എപ്പോഴും പറഞ്ഞു, കുടുംബ പ്രാർത്ഥനയ്ക്ക് രാവിലെ ഭാര്യയും ഭർത്താവും കൊണ്ട് എഴുന്നേറ്റോ ഉടനെ ഭർത്താവ് പറഞ്ഞു, എന്ത് ചെയ്യടി സാങ്കുട്ടിയെ വിളിക്കും. പേടിയാ എടി, അവനെയും കൂടെ എന്നാ ബ്ലസ്സിയെ വിളിക്കും, അവളെ വിളിക്കും. ഇതല്ലേ മിക്ക വീട്ടിലും. പേടിയാ. എന്നിട്ട് കല്യാണത്തിലേക്ക് പറയാ, ഞാൻ ബ്ലസ്സിയെ ഓർക്കുമ്പോൾ എന്റെ ഉള്ളം തുടിക്കുന്നു. പിന്നെ ബ്ലസ്സിനെ ഓർക്കുമ്പോൾ പിന്നെ എടാ, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല, സഭായം കൃത്യമായിട്ട് കൂടത്തില്ല, കൈയടിച്ച് ആരാധിക്കോ പ്രാർത്ഥിക്കോ ചെയ്തില്ല, പിന്നെ എന്നാ ഇളകാനാ? അങ്ങനെ ഉള്ളവരുണ്ട്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മിക്കയിടത്തും പേടിച്ചാ ജീവിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ചോദിച്ചു, എടാ അപ്പനാ അതിന്റെ അധികാരം. കുടുംബനായകൻ അപ്പനാ. അപ്പം പറയാൻ പോലെ വേണം അമ്മയും മക്കളും അനുസരിച്ച് ആ വീട്ടിൽ വേണ്ടേ? അങ്ങനെ വിഷയം വേറെയാണെങ്കിലും മലാക്ക് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ അപ്പനെങ്കിൽ ബഹുമാനം എവിടെ? അപ്പന്റെ ബഹുമാനം കൊടുക്കണം. കാശൊക്കെ ഇപ്പൊ ഇച്ചിരി കാണും, നിനക്ക് ഇച്ചിരി ആരോഗ്യം കാണും, അമ്മേ നീ ഒരു കയ്യ അപ്പനെ ഒതുക്കാനാ നോക്കുന്നത്. അല്ലെ വെളിയിലാണെന്നില്ല ആദ്യം കൊണ്ടുപോകുന്ന അമ്മേനെയല്ലേ? അത് പറയാനാ ഞാൻ വരുന്നേ. തള്ള ഓർക്കുന്ന തള്ളയാണ്ട് കനപ്പിക്കാൻ, തള്ളയെ നീ അവിടെ ചെന്ന കൊച്ചിനെ നോക്കി ഊപ്പാട് വന്ന് നമ്മൾ പറയത്തില്ലേ, ഏതായാലും തങ്കമ്മാമയെ ദൈവം അങ്ങ് ആദരിച്ചു, എന്ത് കാനഡായി കിടപ്പുണ്ട്. ഉടനെ അതിനാ അമ്മാമ്മയുടെ ദൂതുണ്ടായിരുന്ന തലമുറയിൽ കൂടി ഒരു ഉദ്ധാരണം. എന്തോ ഉദ്ധാരണമാ? കാനഡായി പോയി തണുപ്പടിച്ച് കയ്യെ തോൽത്ത് കയറ്റി കാലെ തോൽത്ത് കയറ്റി തൊപ്പിയും വെച്ച് 2 കണ്ണ് മാത്രം കാണാം. ഇതാണ് ഉദ്ധാരണം. വെളിയിലിറങ്ങി നടക്കാൻ പറ്റുമോ തങ്കയ്ക്ക്? കാനഡയിൽ ചെന്നേ. ഇവിടെ അന്നേ കുണ്ടറിലോട്ട് ഇറങ്ങി 6 മുറിക്കടയിലോട്ടോ അല്ലെങ്കിൽ ആശുപത്രി മുക്കിലോട്ട് നടക്കാം. കാനഡയിൽ ഏത് മുക്കിലോട്ട് നടക്കാനാ? അല്ല, ഞാൻ തമാശ. അങ്ങോട്ടിറങ്ങിയ ഒരു ഓട്ടോ കാണിച്ചു, എവിടെ നിർത്തട, എനിക്ക് അങ്ങോട്ട് പോകണം പറയൂ. കാനഡ ചെന്ന് ആരുടെ ഓട്ടോ പിടിക്കാനാ? കൊച്ചുങ്ങൾ കൊണ്ടുപോകണം ഇല്ലേ? പിന്നെ പിള്ളേരെ നോക്കി അടുക്കള ജോലിയും ചെയ്ത് ഊപ്പാട് വന്ന അതാണോ ഉദ്ധാരണം? എനിക്ക് തോന്നുന്നില്ല അത് ഉദ്ധാരണമാണെന്ന്. പൊന്നച്ചാന് തോന്നുന്നുണ്ട് അത് ഉദ്ധാരണമാണെന്ന്. ഇവിടെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓട്ടോ പിടിച്ച് യോഗത്തിന് വരാം. അവിടെ എങ്ങനെ പോവാനാ? ഇപ്പം വെളിയിലുള്ള കൊച്ചുങ്ങളെ ഇയാൾ മെനക്കേടാണല്ലോ, ഞങ്ങളുടെ വഴിയും കൂടെ. നന്നായിട്ട് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നവരും ഉണ്ട്. എല്ലാവരും മോശക്കാരല്ല. ഉണ്ട്. സ്തോത്രം. ഒരു കാര്യം പറയാം, പേരും സ്ഥലവും ഒന്നും ചോദിക്കരുത്, പറയത്തില്ല, മറന്നിട്ടല്ല, വെറുതെ ആലോചന ഉണ്ടാക്കണ്ട. അതുകൊണ്ടാ സ്വന്തം പെറ്റതള്ളയെ ജനിപ്പിച്ച അപ്പനെ വെളിയിലോട്ട് കൊണ്ടുപോകാൻ ടിക്കറ്റിന് ബാർഗൈൻ ചെയ്യുക. ഇല്ലാത്തവരല്ല, കോടിക്കണക്കിനുണ്ട്, കോടിക്കണക്കിന് പിന്നെ ബാർഗൈൻ ചെയ്യുക.
അങ്ങോട്ട് കൊണ്ടുപോകാനേ. ട്രാവലേഴ്സൊക്കെയാണ് താത്ത് പിടിക്കുന്നു. അപ്പം പുള്ളി പറഞ്ഞു, നോക്കട്ടെ മണ്ടേ ചിലപ്പം കുറയാൻ. ഇല്ലാത്തവരല്ല, സ്വന്തം പറ്റതള്ളയാ, അല്ലെ ജനിപ്പിച്ച തന്തയാ, അങ്ങനെയുള്ളവരുണ്ട്. ഇടാ അവരുണ്ടാക്കിയതിൻ്റെ 1 സെന്റ് സ്ഥലം വിറ്റാൽ മതി 5 ടിക്കറ്റ് എടുക്കാം. മെയിൻ റോഡിലാ വസ്തു. യോ ഇങ്ങനത്തെ കഞ്ചൂസുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. കഞ്ചൂസ് ഹിന്ദി അല്ലേ? ഇരിക്കട്ടെ, ഒരു ഹിന്ദിയും കൂടെ കുണ്ടറസണ്ടവൻ 2 ഹിന്ദി പിന്നെ ഉണ്ടെന്ന്. എന്നുവെച്ചാൽ തള്ള 10-20 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെയുള്ള വിദ്വാൻമാരും ഉണ്ട് ഇഷ്ടം പോലെ. അയ്യോ, എന്നാൽ നല്ല ആൾക്കാരുമുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, എൻ്റെ അറിവിലല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒത്തിരി പേരുണ്ട്. എൻ്റെ അറിവിൽപ്പെട്ടൊരു കാര്യം പറയാം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പറയോ ഞങ്ങളും അങ്ങനെ പാസ്റ്റേ. എനിക്കറിയത്തില്ലല്ലോ, അറിയാമെന്ന് പറയാം. ഞങ്ങളുടെ ഒറ്റപ്പളാക്കലെ മത്തായി സാർ, OT മത്തായി സാർ, അദ്ദേഹത്തിൻ്റെ ഇളയ മകനാ കൊച്ചുമോൻ ബിനു. അപ്പനെ അമ്മയും ഫസ്റ്റ് ക്ലാസ്സിലാണ് കൊണ്ടുവരുന്നത്. ആ ഞാനൊക്കെ ചോദിച്ചു, അയ്യോ പപ്പായും മമ്മി അങ്ങനെ ഇരുന്ന് ബുദ്ധിമുട്ടാനൊന്നും പാടില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. ബാർഗൻ ചെയ്ത് അവസാനം നൂപ്പാട് വന്ന് കുഴ തെറ്റി ഇറങ്ങിയ തള്ളേ. സ്തോത്രം. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അപ്പനാന്നേ അപ്പൻ്റെ ബഹുമാനം കൊടുക്കണം. ഞാനൊരു കാര്യം കൂടെ പറയാം, കൺവെൻഷനായി എന്നാലും പറയാതിരിക്കത്തില്ലേ. ഈ കുടുംബജീവിതത്തിലേ പിള്ളേർ ഇച്ചിരി പ്രായമായി കഴിയുമ്പം, ഇച്ചിരി എൻ്റെ ഭാഷ പപ്പും തൂവലും ഒക്കെ വെച്ച് കഴിയുമ്പോഴേ ചിലർ അപ്പനെ ശാസിക്കും. പപ്പായ്ക്കൊന്നും അറിയത്തില്ല, പപ്പാ മിണ്ട, അമ്മ അനുവദിച്ചു കൊടുക്കരുത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, എപ്പോഴും ഞാൻ പറയുന്നതാണ്. ഒരിക്കലും എൻ്റെ അമ്മയും അമ്മയുടെ കൂട്ടുകാരിയും മുറ്റത്ത് നിന്ന് സംസാരിക്കുക. വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് വന്ന്, ഞാനന്ന് 7ാം ക്ലാസ്സിലെങ്ങാണ്ടാണ് പഠിക്കുന്നത് തോന്നുന്നു. 7 വരെ ഞാൻ പോയതാ. ചിലരൊക്കെ അയാൾ പള്ളിക്കൂടത്തിലേ കയറിയിട്ടില്ല. 7 പിന്നെ അപ്പം അമ്മയും അമ്മയുടെ കൂട്ടുകാരിയും കൂടെ, അവരുടെ സ്ത്രീകളല്ലേ. അപ്പം ഞാൻ പതുക്കെ അവിടെ നിൽക്കുക. അപ്പം കേൾക്കുന്നുണ്ട്. അപ്പം എന്തോ കാര്യം ഇവർ തമ്മിൽ സംസാരിച്ചപ്പം അവരുടെ ഭർത്താവിൻ്റെ കാര്യം ആ സ്ത്രീ പറഞ്ഞു. അങ്ങനെയാണ്. അപ്പം ഞാനത് കേട്ടോണ്ട് ഒരു ഡയലോഗ്, ഇവിടുത്തെ അച്ചാച്ചനും ഇങ്ങനാന്ന് പറയാൻ വന്നതാ. അച്ചാച്ചനെന്ന് പറഞ്ഞതറിയാം, ഒറ്റയടി എൻ്റെ കർണക്കുറ്റിക്കിട്ട അമ്മ. പണ്ടൊരു അള്ള പറഞ്ഞ പോലെ അമ്മെന്ന് വെച്ചതറിയാൻ പിന്നെ എനിക്ക് ബോധമില്ലാതായി പോയെന്ന്. ഒറ്റയടി എൻ്റെ അമ്മ, എൻ്റെ 7ാം ക്ലാസ് അടിച്ചു. ഞാൻ മാറിക്കളഞ്ഞില്ലേ, അമ്മ വീണ്ടും അടിക്കുമെന്നുള്ളതിനൊരു തർക്കവുമില്ല. ഒറ്റയടി അടിച്ചു. അടിച്ചു വെച്ചമ്മ ഇറങ്ങി കൈക്ക് കയറി പിടിച്ചു. അപ്പം മറ്റേ കൊച്ചമ്മ കയറി അമ്മയുടെ കൈക്ക് പിടിച്ചു. കുഞ്ഞമ്മ എന്തുവാ? അപ്പം അമ്മ പറയാ, നീ അപ്പനെതിരെ പറയാറായോ? എൻ്റെ അമ്മ പറഞ്ഞതാ, എടാ എൻ്റെ കണ്ണടയുന്നത് വരെ അങ്ങേർക്കെതിരെ വല്ലതും പറഞ്ഞാ, എൻ്റെ അമ്മയുടെ ഭാഷ ഞങ്ങൾ കുട്ടനാട്ടുകാരാ, നിന്നെ കൊയ്ത്തരിവായിക്ക് ഞാൻ കണ്ടിക്കുമെന്ന്. അത്രയും വേണ്ട. അപ്പൊ ശ്രദ്ധിച്ചേ, അമ്മ എന്നോട് പറയാ, ഒറ്റ അടിച്ചേച്ച് പറഞ്ഞു, അടിച്ചേച്ച് ഓടാതിരിക്കാൻ ചാടി പിടിച്ചേച്ച് പറഞ്ഞു, എൻ്റെ കണ്ണടയുന്നത് വരെ നീ തന്തയ്ക്ക്, അമ്മയുടെ ഭാഷ, തന്തയ്ക്കെതിരെ വല്ലതും പറഞ്ഞാൽ നിന്നെ ഞാൻ കൊയ്ത്തരിവായിക്ക് നിന്നെ അമ്മ കണ്ടിക്കുകയും ചെയ്യും. അതിനൊരു തർക്കവുമില്ല. പിന്നെ എൻ്റെ മരണം വരെ ഞാൻ അച്ചായൻ്റെ മരണം വരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അടിയുടെ ചൂട് വണ്ട് മുളിച്ച് അടിയാ. ഇതായിരിക്കണം അമ്മ. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ കൊച്ചുങ്ങൾ പ്രായമാകുമ്പം സ്തോത്രം വാടാ നമുക്ക് പോയി ബാങ്കിൽ പോയി പൈസ എടുത്തിട്ട് നമുക്ക് ലുലു മാളിൽ പോകാം,
ഉടനെ അവൻ പറയാം ആച്ചാൻ അതവിടെ ഞാൻ ഇരുന്നോളും. ചില വീട്ടിൽ ആൺപിള്ളേരൊക്കെ പ്രായമായ അമ്മയും മോനും ഒരു കെട്ട, അപ്പനെ പിന്നെ വലിയ പുള്ളി പിന്നെ ഇങ്ങനെ വാതിക്കലിരിക്കുക, ആ ഒരു കാവൽക്കാരനെ പോലെ അവർ കാറ കയറി പോകുന്ന നോക്കും, തിരിച്ചു വരുമ്പോഴും എല്ലായിടത്തും അല്ല തിരിച്ചും അമ്മയുടെ കുറ്റം പറഞ്ഞ് മക്കൾ വരുമ്പോൾ അപ്പൻ ശാസിക്കണം. ഡാടാ നിർത്ത്, ഞാനിവിടെ ഉണ്ട്, അവളെ ഞാനാ കെട്ടിയത്, എനിക്ക് ആരോഗ്യം ആക്കോ ഓർമ്മയുള്ള കാലത്തോളം ഞാൻ നിയന്ത്രിച്ച, നിങ്ങളാരും കയറി അവളെ ഇത് പറയണം. എന്നാ പറയുവോ? ദൈവത്തിന് മഹത്വം. പിള്ളേർക്ക് വളം വെച്ച് കൊടുക്കരുതെന്നായി പറഞ്ഞത്. പിള്ളേർക്ക് വളം വെച്ച് കൊടുക്കരുത്. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എന്നാൽ ഞാൻ പിന്നെ ആ വിഷയത്തിൽ തന്നെ നിൽക്കും. നിങ്ങൾ കേട്ടിരിക്കും, എന്നാലും നിങ്ങൾ പോകുമ്പോൾ പറയും, കുഴപ്പമില്ലായിരുന്നതിനാൽ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് എന്ന് പറയാം. അതുകൊണ്ട് അതങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം പറയാം, എല്ലാവരും പ്രാർത്ഥിക്കണം. 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുക, പ്രാർത്ഥനയിൽ ഭാര്യ പ്രാർത്ഥിക്കണം, ഭർത്താവ് പ്രാർത്ഥിക്കണം, മക്കൾ പ്രാർത്ഥിക്കണം, പിതാക്കന്മാർ പ്രാർത്ഥിക്കണം, ദാസൻ പ്രാർത്ഥിക്കണം, യജമാനൻ പ്രാർത്ഥിക്കണം. പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞത്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏറെ നേരത്തും ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ച് ബലപ്പെടുന്നവരോട് 4-5 പറയുക, പിന്നെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമുക്ക് എപ്പോഴും സമയം കിട്ടിയെന്ന് വരികയല്ല. ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ ദൈവത്തെ ആരാധിക്കണം. പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോൾ പ്രാർത്ഥിച്ചോണം. പാട്ട് പാടാൻ അവസരം കിട്ടുമ്പോൾ പാട്ട് പാടണം. വേറെ പുസ്തകം വായിക്കാൻ അവസരം കിട്ടുമ്പോൾ വേറെ പുസ്തകം വായിക്കണം. കർത്താവിന്റെ വിലക്ക് കൊടുക്കാൻ സാവകാശം ലഭിക്കുമ്പോൾ കൊടുക്കണം. വേല ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ വേല ചെയ്യണം. ഉടപ്പരുത്, അലസതയോടിരിക്കരുത്, മടിയോടിരിക്കരുത്, ഉദാസീനതയോടിരിക്കരുത്. യിരെമ്യാവ് 48:10 പഠിക്കുന്നത്, ഉദാസീനതയോടെ വേല ചെയ്യുന്നവൻ സ്തോത്രം വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമിതല്ല. വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമിതല്ല. കാടും മലയും അവലോടോടി നേടുക നീയും ആത്മാക്കളെയും. കാടും മലയും അവലോടോടി നേടുക നീ ആത്മാക്കളെയും. രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ തേടി ശൂലമിയപ്പോൾ കാത്തിരിക്കാനി കാന്തൻ വരുമേ. ഉണരു സിയോനേ. ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് സുപ്രസാദ കാലമാ, ഇത് രക്ഷാ ദിവസമാ. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ അമാന്തിക്കരുത്. വെള്ളത്തിൽ നിന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവര് കർക്കശമായി വേർപാട് പാലിക്കണം. എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്. എപ്പോഴും അവസരം കിട്ടിയെന്ന് വരികയല്ല. ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കണം. എല്ലാവരും ആരാധിക്കുമ്പോൾ ആരാധിക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കും, കുറുക്കാനിരിക്കും പോലെ. ഞാൻ എന്നെയും കൂടെ ചില ഉപദേശമാരെ നിങ്ങൾ ശ്രദ്ധിച്ച്, ചിലരെ, എല്ലാവരും അല്ല, ചിലരെ, ഒരാൾ ശുശ്രൂഷിക്കുമ്പോൾ, അല്ലെ ഒരാൾ പ്രസംഗിക്കുമ്പോൾ, അല്ലെ ഒരാൾ വചനം ശുശ്രൂഷിച്ചിട്ട് ആത്മീയ ഇവർ അനങ്ങുകയല്ല. ഇവരെഴുന്നേക്കുമ്പോൾ എല്ലാരും ഇങ്ങനെ ലൈംഗമ്പിയെ പിടിച്ച പോലെ. അതെന്നാ സൂക്കേടാ. എടാ, നീ കൊടുത്താലല്ലേ നിനക്കും കിട്ടുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. വേറൊരാൾ പ്രസംഗിച്ച ഇവർ അനങ്ങത്തില്ല. ഇവരെഴുന്നേക്കുമ്പോ എല്ലാരും അനങ്ങണില്ല. എന്നെ അനങ്ങാത്ത സൗകര്യമില്ല. നീ എന്നാ നേരത്തെ അനങ്ങാഞ്ഞേ? എടാ, നീ എന്നാ നേരത്തെ അനങ്ങാഞ്ഞേ? ഞങ്ങളുടെ സഭയില് അവിടെ കൂട്ടായ്മയില് ഒരു ചെറിയ കൊച്ചൻ വാക്യം പറഞ്ഞാലും ഞാൻ വായിച്ചു കൊടുക്കും. സ്തോത്രം പറയുകയും ചെയ്യും. എന്നേക്കാൾ നന്നായി ശുശ്രൂഷിക്കുന്ന എത്രയോ എനിക്ക് സന്തോഷമാണ്. എനിക്ക് അവരിന്ന് കേൾക്കാൻ എന്തോ ആഗ്രഹമാണെന്നറിയാം. സ്തോത്രം. പഴയ ഉപദേശിമാര് പറഞ്ഞത്, ഞാൻ കടമെടുക്കുക, ദാവീദ് ഒരു കല്ലെടുത്തപ്പോൾ മറ്റേ കല്ല് കടന്ന് പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. കർത്താവെ ഉന്നം തെറ്റരുത്. ഉന്നം ഇന്ന് നേരെ തിരിച്ച, കർത്താവെ തെറ്റിയ ചെന്നെ വേണം അടുത്ത്
പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കിയെന്നാ. ഇന്നെല്ലാവരും ഒറ്റയ്ക്ക് നോക്കാൻ നടക്കുക. അവൻ നോക്കുമ്പോൾ ഒന്നും നടക്കരുത്, ഞാൻ നോക്കുമ്പോൾ അതല്ല. നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ആര് കുത്തിയാലും അരി വെളുക്കട്ടെ, യേശുവിൻ്റെ നാമം ഉയരട്ടെ. ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും അത്ഭുതം നടക്കുന്നേ, നീ കൈയടിക്കുമ്പോഴായിരിക്കും വിടുതല്, നിങ്ങൾ പാട്ട് പാടുമ്പോഴായിരിക്കും വിടുതല്. ചിലപ്പോൾ ഇവരെ ഈ വാദ്യ ഉപകരണങ്ങൾ വായിക്കുമ്പോൾ വിടുതലുണ്ടാകും. കാരണം കിന്നരം വായിച്ചപ്പോൾ ഭൂതം പോയെന്നല്ലേ എഴുതിയേക്കുന്നത്. സ്തോത്രം 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 സ്തോത്രം. നീ ഒരാൾക്ക് കൈ കൊടുക്കുമ്പോഴായിരിക്കും വിടുതൽ നടക്കുന്നത്. അപ്പോൾ യഹോവ അവനെ നോക്കി, അന്നേരം വിടുതലല്ലേ. പ്രഭാതയാമത്തിൽ യഹോവ മേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീം ശനത്തെ നോക്കി, രഥത്തിന്റെ ഓട്ടം തെറ്റി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ സ്തോത്രം. ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ആമേൻ എപ്പോഴും അവസരം കിട്ടിയെന്ന് വരത്തില്ലെന്ന്. സമയം തക്ക 5-ാം വാക്യം വായിച്ചേ മോളെ. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയര്, നമുക്ക് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 1-2 തെളിവ് തന്ന് ഇന്ന് അങ്ങ് നിർത്താം. സമയം തക്കത്തിൽ ഉപയോഗിച്ച് 1-2 നിങ്ങൾക്ക് അറിവുള്ള, നിങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾക്കെന്തോ അറിയാൻ മേലാതെ എല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് പുതിയതല്ല, അറിയാവുന്ന ഒന്നുകൊണ്ടൊന്ന് ഓർപ്പിക്കുക. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. വായിച്ചേ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. അറിവുള്ള വാക്യമാ വായിരേ. മോശെ പാളയത്തിന്റെ വാതിൽക്കൽ നിന്ന് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. എന്നാറേ ലേവ്യരെല്ലാവരും എന്ന് പറഞ്ഞാൽ ലേവ്യരെല്ലാം കൂടെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. പാളയത്തിന്റെ വാതിൽക്കൽ നിന്ന് മോശെ ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരാൻ. പശ്ചാത്തലം അറിയാം. മോശെ പർവ്വതത്തിലോട്ട് കയറിപ്പോയി. കൂട്ടിനെ യോശുവയെ കൊണ്ടുപോയെന്നാ. യോശുവയെ കൂടെ കൊണ്ടുപോയി 2 പേരെ ചുമതലപ്പെടുത്തി. ആരെയൊക്കെ? അഹറോനെ ഹൂരിനെയും. എന്നിട്ട് ജനത്തോട് പറഞ്ഞു, ഞങ്ങൾ മേളിലോട്ട് പോവുക, നിങ്ങളിവിടെ കാണണം. പിന്നെ ആർക്കെങ്കിലും വല്ല കാര്യം ഉണ്ടായാൽ ഇവർ 2 പേരും ഇവിടെ ഉണ്ട്. 24:12 വായിച്ചേ. പുറപ്പാട് 24:12 കണ്ണിക തുടങ്ങുന്നിടത്ത്. പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കണം. പിന്നെ ഞാൻ നിനക്ക് കൽപ്പനകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അറിയിച്ചു. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റ് ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. യോശുവയും കൂടെ പോയി. മേളിൽ കയറിയില്ലെങ്കിലും പ്രത്യേക സ്ഥലത്ത് നിന്ന അടുത്ത വാക്യം. അവൻ മൂപ്പന്മാരോട്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം, മൂപ്പന്മാരോട് പറയാം, ഞങ്ങൾ ബഹുവചനം ഞാനും യോശുവയും, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിപ്പീൻ. നിങ്ങൾ എല്ലാവരും ഇവിടെ കാണണം. പിന്നെ അഹരോനും ഹൂരും ഇവിടെ ഉണ്ടല്ലോ. അടുത്തത്, ആർക്കെങ്കിലും വല്ല കാര്യോ ഉണ്ടാക്കുമല്ലോ. ഉണ്ടായാലെന്നല്ല, പിന്നെ ഒരു ചെറിയ യോഗം കഴിഞ്ഞാൽ ഉടനെ കാര്യം ഉണ്ടാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഉദാഹരണമാ. മാസയോഗം കഴിഞ്ഞ് നമ്മൾ ചോദിക്കുകയല്ലേ, കഴിച്ചായിരുന്നോ? കഴിച്ചില്ലേ? നമ്മൾ ചോദിക്കുകയല്ലേ? ഇല്ലേ? ഉദാഹരണം, മീൻ കഴിച്ചായിരുന്നോ? കിട്ടിയില്ലേ? കിട്ടി. ഉണ്ടായിരുന്നല്ലോ, കാണുമായിരിക്കും. കഴിച്ചില്ലേ? കഴിച്ചു. അതിന് മതിയല്ലോ, പ്രശ്നം ഉണ്ടാക്കുകയല്ലേ? ഉണ്ടാക്കും. എന്തിലെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ആർക്കെങ്കിലും വല്ല കാര്യം ഉണ്ടായാൽ അവരുടെ ചിലട്ട് അവര് പരിഹരിക്കും. ഇത് പറഞ്ഞു വെച്ച് മോശി അങ്ങ് പോയി. നിങ്ങൾക്ക് പാകം അറിയാൻ വിസ്തരിക്കണ്ട. 10 ദിവസം കഴിഞ്ഞ് തിരിച്ച് മോശയെ കാണാഞ്ഞപ്പോൾ ഇവന്മാർ കാളക്കുട്ടിയെ ഉണ്ടാക്കി. നല്ല ഒന്നാന്തരം ഒരു ലക്ഷണമൊത്തൊരു മൂരിയെ കണ്ടോണ്ട് മേരി ഇളകി. ജീസസ് ഹല്ലേലൂയ. ഒരുമാതിരിപ്പെട്ട മേരിയല്ല, മൂരിയെ കണ്ടോണ്ടാ
ആണെന്ന് ഇതെന്നെ ആന്ന് പോലും അറിയാൻ മേല. ചുരുക്കി പറഞ്ഞാൽ കാളക്കുട്ടി നല്ല ലക്ഷണമൊത്തൊരു കാളക്കുട്ടി, നല്ല കൊമ്പും പാലും നല്ല പള്ളയും മത്തകവും ഒക്കെ നല്ല പരുവത്തിനാക്കി അടിച്ച് കൊത്തുളി കൊണ്ടങ്ങോട്ട് പരത്തി അടിച്ച് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി അങ്ങോട്ട് നിർത്തി. കാളയെ കണ്ടപ്പോൾ ജനവിളകിയപ്പോൾ അഹരോനിളകി. അഹരോനുണ്ടെ അതിൻ്റെ മുമ്പിൽ ഒരു യാഗപീഠം പണിതു എന്ന് വേണ്ട വലിയ ആഘോഷമാണ്. പെട്ടെന്ന് വായിക്കാമോ 32 എല്ലാ വാക്യവും വായിക്കണം. 4 മുതൽ വായിക്കും. കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി എന്ന വായിര്. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി. പൊന്നും കുണുക്കും എല്ലാം കൂടെ മേടിച്ചെന്ന് പെണ്ണുങ്ങൾ പൊന്നും കുണുക്ക് ഊരി കൊടുത്തെന്ന്. അത് നല്ല കാര്യമാണ്. ഊരിയത് നല്ലതാണ്. എന്തിനാ ഊരിയത്? ആരാധിക്കാൻ വേണ്ടി ഊരിയതാ. ഇപ്പൊ ചിലപ്പോൾ ഞങ്ങൾ ഊരിയിട്ടുള്ള ആരാധനയൊന്നും വേണ്ടെന്നാ പറയുന്നത്. നമ്മുടെ ഉപദേശമാര് ഇപ്പം അതിനൊക്കെ അനുകൂലിക്കുക. ഊരണ്ടെന്നാ. ഇടേണ്ടവർക്ക് ഇടാം, ഇടേണ്ടാത്തവർക്ക് ഇടണ്ട. പക്ഷെ സൺഡേ വരണം. ഇടയിൽ ഒരു ഉപദേശത്തിൽ ഉറപ്പുണ്ടായിരിക്കണം. നീ ഞാനൊരു ഭാഷ പറഞ്ഞത് വളവളാന്ന് നിൽക്കരുത്. തീർത്ത് കാര്യം പറയണം. IPC ആണെങ്കിലും ചർച്ചൊക്കെ ആണെങ്കിലും അസംബ്ലി തീർത്ത് പറയണം. ഇടാമോ ഇടാൻ പാടില്ലയോ തീർത്ത് പറ. ചുമ്മാ ഒരുമാതിരി കൊച്ചുമാൻ പറഞ്ഞോ തീർത്ത് കാര്യം പറയണ്ടേ? എടാ കുമ്പനാട്ടിന്നോ പുനലൂരിന്നോ മുളക്കുടയെന്നോ അറിയിച്ചു കൊടുക്കണം. ഒന്നെങ്കിൽ ഇടാ, അല്ലെങ്കിൽ ഇടണ്ട. എന്നെ പറയാത്തേ? നീ സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുന്നേ. പഴയ കാലത്ത് ഊരി അമ്മമാരെ എത്ര ഇടി കൊണ്ടു. എന്തിനാ? ഈ പ്രമാണത്തിന് വേണ്ടി നിന്നതാ. കുടുംബക്കാർ പരിഹസിച്ചില്ലേ, ആക്ഷേപിച്ചില്ലേ? ഞങ്ങൾക്കൊരു കുഞ്ഞാവച്ചമ്മ ഉണ്ടായിരുന്നു. കെട്ടുതാലി അങ്ങ് പറിച്ചു. ഒരാച്ചം പിടിച്ചു ഇടുക്കിയായിരുന്നു. ഇടിയുടെ പൂരം. കുഞ്ഞാച്ചമ്മ 10-60 കിലോ വല്ലതും കാണുമായിരിക്കും. അവറാച്ച നല്ല 80-85 കിലോ. അപ്പൊ കുഞ്ഞാച്ചമ്മ പറഞ്ഞ 85 കിലോയുടെ ഇടിയാ ഞാൻ മേടിച്ചെന്ന്. ഓരോ ഇടി ഇടിക്കുമ്പോൾ ഇടുവോടി ഇടണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു കൊന്നാ ഞാൻ ഇടുകയല്ല, ഛർദിച്ചു. അങ്ങനെയൊക്കെ കഷ്ടം സഹിച്ച അമ്മമാരുണ്ടെന്ന്. നിനക്കിപ്പോ ഇച്ചിരി പുത്തമ്പണവും കിട്ടി. പിള്ളേരെല്ലാം കുന്തത്തിനകത്തെല്ലാം പോയപ്പോ നിനക്കിപ്പോ ഇളക്കം കയറിയിരിക്കുക. ഇപ്പൊ പറയാ അപ്പച്ചന്മാർക്ക് വിവരമില്ലായിരുന്നെന്ന്. സാറപ്പച്ചന് വിവരമില്ലായിരുന്നു, ജിജുമ്മച്ചന് വിവരമില്ലായിരുന്നു, CK ദാനിയലിന് വിവരമില്ലായിരുന്നു. പത്തൻകുട്ടിയപ്പച്ചൻ, വെമ്പാലക്കുട്ടിയച്ചൻ, കുന്നത്തുങ്കര കുട്ടിയൻ, അഷ്ടമുടി ഉമ്മച്ചൻ, ചേത്തക്ക കീവർച്ചൻ, ഉള്ളായും ചെറിയാച്ചൻ, അഷ്ടമുടി ഉമ്മച്ചൻ. ഇനിയും പറയണോ? അവരൊക്കെ ദർശനം പ്രാപിച്ചവരാ, വാചനത്തിന് ഉപദേശത്തിൽ നിന്നവരാ. അന്നേരം 2-3 തലമുറയാഴ്ച പുത്തം കിട്ടിയപ്പോ നിനക്കല്ല ഇപ്പം ആ വാക്ക്. ഞാൻ നാളെ ചെറുവക്കലുണ്ട്, അവിടെ ആ വാക്ക് ചെറുവക്കലാ. കാലിന്റെ വേദനയെല്ലാം പോയി. പ്രാർത്ഥിച്ചതിന് നന്ദി. ദൈവത്തിന് മകത്ത്. ഞാൻ ഈ കൊല്ലം ഒരു തീരുമാനവും കൂടെ എടുത്താ. ഒറ്റൊരുത്തനെ നോക്കുകയല്ല. നീ വിളിച്ചാലും കൊള്ളാം, വിളിച്ചില്ലേലും കൊള്ളാം, മിണ്ടിയാലും കൊള്ളാം. ഇത് ഉപദേശമാ. ഇത് പെന്തിക്കോസ് ഉപദേശമാ. സ്തോത്രം. ഇഷ്ടമുള്ളവൻ യോജിച്ചാൽ മതി എന്ന്. ഇതാ അല്ലെ തീർത്ത് പറ. കുമ്പനാട്ടിൽ നിന്ന് ഇറക്കാൻ പറ. കൗൺസിൽ കൂടുമ്പോ പറ ഇടാ, അല്ലെങ്കിൽ ഇടാൻ മേല. അല്ല എന്റെ മര്യാദ. ചുമ്മാ ഒരു അഴകൊടാന്ന് പറഞ്ഞത്. സാറിനോടല്ല ഞാൻ പറഞ്ഞ, പൊതുവെ പറയാം. സാറിന് വിവരമുള്ളത് കൊണ്ട് അതിന്റെ ആശയം എന്നാന്ന് പിടികിട്ടി കാണും. തീർത്ത് പറ. നീയുമ്മ ചട്ടത്തിന്മേ ചട്ടം, സൂത്രത്തിന്മേ സൂത്രം. അവിടെ അല്പം ഊരിയവനെല്ലാം മണ്ടനും ഊരാത്തവരെല്ലാം മിടുക്കരും. അതാണോ? ആഭരണം മാത്രമല്ല. അല്ല, ഇതും വിഷയമല്ലേ? അത് വിഷയമല്ലേ? എന്നെ മുഖത്തൊരു മ്ലാനത പോലെ. സന്തോഷമല്ലേ? അല്ല, ഇത് പറയാൻ ഒരുത്തം വേണ്ടായോ? ആയുസ് കൂടാൻ പ്രാർത്ഥിയില്ല.
എന്നെ മുടിച്ചു കളയാനും തകർക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന എനിക്ക് കോട്ടയായിരിക്കണം. ദൈവത്തിന്റെ കൃപ കൊണ്ടും ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്ന് വരെ നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഓർക്കുമ്പോൾ പ്രാർത്ഥിച്ചോ. ദൈവത്തിന് മഹത്വം അപേക്ഷിക്കുക. ദൈവത്തിന് മഹത്വം. തീർത്ത് കാര്യം പറയണ്ടേ? സ്തോത്രം. ഇത് രണ്ടിനാ ഞരങ്ങുകയല്ലേ ആൾക്കാര്? കൺവെൻഷന് വിളിച്ചാലും ഉപദേശ വായിക്കുള്ളവരെയാണോ വിളിക്കുന്നത്? ഒന്നാം ദിവസം വന്നം പറഞ്ഞ് അവൻ പറഞ്ഞ് താഴെ വീഴ്ത്താന്ന് പ്രാർത്ഥിച്ച്. രണ്ടാം ദിവസം വന്നവൻ പറഞ്ഞ് താഴെ വീടുന്ന തെറ്റാണ്. മൂന്നാം ദിവസം വന്നപ്പോൾ പറഞ്ഞ് വീടുമ്പോൾ ഒരു മര്യാദയ്ക്ക് വീഴണം. നാലാം ദിവസവും വന്നവൻ പറഞ്ഞു വീടുന്നോണ്ട് കുഴപ്പമില്ല, ഉരുളരുത്. അഞ്ചാം ദിവസവും വന്ന് പറഞ്ഞു വീണോ പക്ഷെ നൊരയും പതയും ചാടരുത്. എന്നതാടാ? ഇതിനൊരു ഉപദേശമില്ലേ? ഉമ്മ കണ്ട ഇതൊരു ഉപദേശമുണ്ടെന്ന്. ഒന്നാം ദിവസം വന്നവൻ പറഞ്ഞു ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടാം ദിവസം പല ഉപദേശക്കാരാ കൺവെൻഷന് വരുന്നത്. അതെ, ഉപദേശായിക്കുള്ളവരെ വിളിക്കത്തില്ല. നമുക്ക് എങ്ങനെയും ആള് കൂടണം. ആള് കൂടുന്നതിന്റെ ഉദ്ദേശം സ്വോത്ര കാഴ്ച കുറച്ചുകൂടെ അതിലെ പറഞ്ഞ ഇടയ്ക്കെടുക്കാന്ന്. ഇവിടെ പിന്നെ പോന്ന ഞാൻ ആദ്യം എടുത്ത നന്ദി. എടാ ദൈവത്തിന്റെ വേലയാ. ഇനി ഇവിടെ ഇരിക്കുന്ന ഒറ്റ ഒരുത്തൻ നന്ദിയില്ലെങ്കിലും നീ കുത്തിയിരിക്കുമ്പോ നീ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ട് തരും. അതാ ഈ വേലയുടെ മാന്യത. നീ ഇരുന്ന് ജാഗരിക്കുമ്പോൾ ദൈവം ഇടപെട്ട് നീ ഇരിക്കുന്നിടത്ത് കൊണ്ട് തരുമെന്ന് അനുഭവത്തിൽ കൂടാ പറയുന്നത്. ദൈവം വിശ്വസ്തനാ. ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. ആട്ടെ, ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങ് നിർത്തുക. ദൈവത്തെ ആ ഭാഗം പ്രസംഗം നിർത്തുകയല്ല. ഇതുകളെ കുണുക്കുമെല്ലാം കൂടെ ഊരിക്കൊണ്ട് കൊടുത്തു. അഹരോൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുന്നത് എന്ന് പറഞ്ഞാൽ കൊമ്പും കാലും വാലും എല്ലാം ഭാഷ രൂപം ഷെയ്പ്പ് വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ഈ ഷെയ്പ്പ് വരുത്തണമെങ്കിൽ പണ്ട് മിസ്രയീമിൽ കാളതുള്ളൽ ഉണ്ടായിരുന്നു. കാളതുള്ളല് മിസ്രയീമിലെ 10 ദൈവങ്ങളിൽ ഒരു ദൈവമാ കാള. അത് ഓർമ്മയുണ്ട്. അത് വെച്ചാ ഭാഷ വരുത്തിയത്. ശരീരം കൊണ്ട് പോന്നെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും അവിടുത്തെ കാളയൊക്കെ അകത്തിരിപ്പുണ്ട്. അതിലെ കമ്മറ്റി കൂടുമ്പോ ഇവൻ ഇളകുന്നേ. കാളയാടാ മൂരി. കമ്മറ്റി ഉടനെ കൈ നിരത്തേച്ച് ഉടനെ ഇളകല്ലേ. ഇപ്പൊ പിന്നെ AC റൂം ആയതുകൊണ്ട് തെറി പറഞ്ഞോട്ട് കേക്കത്തില്ലെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല. ഞാന് ഒരു പാട്ടിന്റെ വരി എഴുതിയായിരുന്നു. 32 മൊത്തം പാടാൻ നേരമില്ല. മോചയെ കാണാഞ്ഞ് കാളയെ തീർത്തേ. നാടൻ പാട്ടാ. കാളതുള്ളലിന്റെ താളത്തിലാണ് എഴുതിയേക്കുന്നത്. ഞാൻ കോവിഡിന്റെ സമയത്ത് വെളിയിൽ ഇറങ്ങാൻ മേലില്ല. അപ്പൊ ഞാനിങ്ങനെ വേറെ പുസ്തകം വായിച്ചു. ഒത്തിരി പാട്ട് എഴുതി. അപ്പൊ ഈ 32 വായിച്ചപ്പോ എനിക്ക് തോന്നി കാളയല്ലേ. അപ്പൊ കാളതുള്ളലിന്റെ ഒരു ഉണ്ട്. അതിന് ആ ട്യൂണിലാണ് എഴുതിയത്. അമ്മ ചിരിക്കുന്നത് കാളതുള്ളാൻ പോയിട്ടുണ്ടോ? പിന്നെ ചിരിക്കുന്നേ. മോചയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോന്തയ്യാര. മോചയെ കാണാഞ്ഞു കാളയെ തീർത്തേ തകതിന്തോന്തയ്യാര. പൊൻകുണ്ണുക്കാ തീർത്ത പൊന്നച്ചങ്കാളെ തകതിന്തോന്തയ്യാര. അപ്പൊ പൊന്നു കൊണ്ടാ. എന്റെ പൊന്നു ദൈവമേന്നല്ലേ പറയുന്നേ. എന്റെ മോചയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോ തയ്യാര. മോചയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോ. കൂത്തും കുരവയുവാട്ടും വിരാട്ടും തകതിന്തോ തയ്യാര. കൂത്തും കുരവയുവാട്ടവും പാട്ടും തകതിന്തോ. പാടാൻ നേരമില്ല. അപ്പൊ കൂത്ത കൊരവ ആട്ടം പാട്ട് ഭയങ്കര മേളം. എന്തിനേറെ മോശപർവ്വതത്തിൽ നിന്നിറങ്ങി വന്നപ്പോൾ ആളും ഓളോ മേളവും കാള്. മോശ ചോദിച്ചത് എന്നാന്ന് ചോദിച്ചു. മോശ പറഞ്ഞാ ഫാസ്റ്റിംഗ് പ്രയർ നടക്കാം 40 days. ഓരോ ദിവസവും ഓരോ ആൾക്കാരെയാ പാടാൻ വിളിച്ചേക്കുന്നെന്ന്. ഓരോ ദിവസവും പിന്നെ എങ്ങനെയാലും ഇതൊന്ന്
പിന്നെ ലാസ്റ്റ് നന്നായിട്ട് ഇളക്കുന്നവനെ വേണം. തളർന്നിരിക്കുന്ന വല്യപ്പനും ഇങ്ങനെ ഒരവിട്ട് ഇളക്കണം. ഇളക്കോ ഓളോ ഉണ്ട്, പക്ഷെ അകത്ത് കാള കയറി നിൽക്കുക. എന്തിനേറെ വിസ്തരിക്കുന്നില്ല. മോശ പറഞ്ഞ് അവൻ കാളയെ ആളും മേളവും എല്ലാം കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ വഴിവിട്ട് ക്രമം കെട്ട് കെട്ടടിച്ച് ക്രമം കെട്ട് വഴിവിട്ട് നടക്കുക. മോശ അതുകൊണ്ടാ ചോദിച്ചു, അവരുണ്ട് കെട്ടടിച്ച് വിട്ട എന്തിനാന്ന് ചോദിച്ചു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടണം. ഇപ്പൊ കെട്ടുന്നുണ്ട്, പക്ഷെ കയറിന് നീളവാ. കൊമ്പിലും കെട്ടുണ്ട്, കഴുത്തലും ഉണ്ട്. കയറിന് നീളമായതുകൊണ്ട് എവിടെല്ലാം പോയി മേഞ്ഞാച്ചാ സൺഡേ വരുന്നേ. കെട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ജനിച്ചതേ ഇതിനകത്ത് കെട്ടുണ്ട്. പക്ഷെ തിങ്കൾ മുതൽ ശനി വരെ മേഞ്ഞ് ആവശ്യമില്ലാത്തടത്തെല്ലാം പോയി മേയുക. സൺഡേ ഇവിടെ വരും. സൺഡേ ഇടിപിടിയിൽ നമ്മൾ ജീസസ് ഈശു തിങ്കള് മുതല് ശനി വരെ അവിടെ എവിടെ എല്ലാം മേഞ്ഞേച്ച് സൺഡേ വന്ന് ഷൂ വെക്കുന്ന നല്ല ആരാധന. മനസ്സിലായോ? നീ ഇതിനിറങ്ങിയെങ്കിൽ ഇത് തന്നെ ആയിരിക്കണം നിന്റെ ശരണം. ഇത് മാത്രമായിരിക്കണം, അതിൽ തന്നെ രസിക്കണം. എന്തിനേറെ കാളയാളും മേളോളം എല്ലാം കൂടെ കണ്ടപ്പോ ആ മോശയ്ക്ക് മനസ്സിലായി വഴി വിട്ട് ക്രമം കെട്ടതുകൊണ്ട് ആ മോശ ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. അപ്പോൾ എന്നാറ് ലേവ്യരെല്ലാം കൂടെ മോശയുടെ അടുക്കൽ ലേവ്യൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. നമ്മുടെ കുറുവാക്യം സമയം തക്കത്തിൽ, ലേവ്യൻ സമയം തക്കത്തിൽ പോയി ലേവ്യര്. അതിന് കാരണം ആരുണ്ട് യഹോവയുടെ പക്ഷത്ത്? ലേവി ചാടി വന്നു. ലേവി ചാടി വരാൻ കാര്യമുണ്ട്. ലേവിയെ പണ്ട് മൂപ്പിലെ പരാഗിയതാ. ആര്? അയ്യോ വെള്ളം അറിഞ്ഞ പരാക്കാ പരാഗിയത്. 49:5 ഉൽപ്പത്തി. ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. എൻ മനമേ അവരുടെ യോഗത്തിന് ചേരരുതേ. വിളിച്ചു പറയും, അവരുടെ യോഗത്തിന് പോകരുതേ. പറയും. സത്യസഭ വിശ്വാസികളെ, നിൽക്കുക വിശ്വാസ പ്രമാണത്തിന്റെ പിന്തുണ ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, സഭാമക്കളെ, ബന്ധുക്കോസുകാരെന്ന് പറയുന്ന കുറെ ഗ്രൂപ്പുണ്ട്. കാതും കഴുത്തും പറിച്ച കുറെ പെണ്ണുങ്ങളും മീച്ച പഠിച്ച കുറെ ആണുങ്ങളും ആമയും കൊട്ടിയും പാടിയും തുള്ളിയും ചാടി ഇങ്ങനെ യോഗങ്ങൾ നടത്തും. സത്യസഭ വിശ്വാസികളെ, നിൽക്കുക വിശ്വാസ പ്രമാണത്തിന്റെ പിന്തുണച്ചക്കാര്, അവരുടെ യോഗങ്ങൾക്ക് പോകരുതേ. എന്തുകൊണ്ടെന്നാൽ നീ നിന്റെ കുടുംബവും ഗുണപ്പെട്ടു പോകും. അത് ഞങ്ങൾക്ക് യാതൊരു യോഗം കയറി മുടക്കി. ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ, അവരുടെ യോഗത്തിന് ചേരരുതേ എന്ന് പറഞ്ഞാൽ ലേവി യോഗം വെച്ചാൽ പോകരുത്. നമ്മുടെ യോഗത്തിന് ലേവിയെ വിളിക്കുകയെ കയറി ബ്ലോക്ക് ചെയ്തു. നമ്മുടെ യോഗത്തിന് ലേവിയെ വിളിക്കുകയും ചെയ്യരുത്. ലേവി യോഗം വെച്ചാൽ നമ്മളാരും നോട്ടീസ് പഠിച്ചിറക്കി. ഇടയലേഖനം എല്ലാ ചർച്ചിലും വായിപ്പിച്ചു. ഇടയലേഖനം. ലേവിയുടെ യോഗത്തിന് ആരും പോകരുത്, നമ്മുടെ യോഗത്തിന് ലേവിയെ. കാരണം മറ്റൊന്നുമല്ല, 34 വിഷയം എടുക്കുന്നില്ല. ശേഖംപൗരന്മാരെ ശിമിയോനും ലേവിയും കൂടെ ചെന്ന് വേദനപ്പെട്ടിരിക്കുമ്പം വെട്ടിക്കൊന്നു. ഈ വിഷയത്തിൽ അപ്പനെ നാറ്റിച്ചു. അതുകൊണ്ടാണ് ശപിച്ചത്. ശാപം വിട്ടുകൊടുത്തു. യോഗത്തിന് വിളിക്കരുത്, അവരുടെ യോഗത്തിന് പോകുകയും ചെയ്യരുത്. ചരിത്രം. ലേവി എതിർത്തില്ല, ഉടക്കിയില്ല, കൊമ്പ് കൊടുത്തില്ല, കേസ് കൊടുത്തില്ല, കോടതി പോയില്ല, വക്കീലിന് കാശ് കൊടുത്തില്ല, പഞ്ചായത്ത് മെമ്പറേയും കണ്ടില്ല, പ്രസിഡന്റിനെയും എടുക്ക പോകില്ല, MLA പുറകെയും പോകില്ല, MP പുറകെയും പോകില്ല, മന്ത്രിയുടെ പുറകെ പോയില്ല. എൻ്റെ ഭാഷയിലാണ് പറഞ്ഞേ. സ്തോത്രം. ആർക്കും പരാതിയും കൊടുത്തില്ല. ലേവി മുഴങ്കാലയിൽ അങ്ങിരുന്നു. ലേവി മുട്ടയിലിരുന്നു. കാരണം ലേവിക്ക് മനസ്സിലായി അവരെ വെട്ടിക്കൊല്ലാൻ പോയത് തെറ്റാ. പക്ഷെ ലേവി ദൈവത്തോട് ഏറ്റു പറഞ്ഞ്, കർത്താവെ തെറ്റിപ്പോയി, ക്ഷമിക്കണം, മാപ്പാക്കണം, പൊറുക്കണം, ഉപേക്ഷിക്കരുത്, തള്ളിക്കളയരുത്. ഞങ്ങൾ യോഗം വെച്ചിട്ട് അവരാരും വരുന്നില്ല, അവരുടെ യോഗത്തിന് ഞങ്ങളെ ആരും
വിളിക്കുന്നുമില്ല, പൊറുക്കണം, മാപ്പാക്കണം. ലേവിയേറെ നാൾ കൊണ്ട് ഇങ്ങനെ ഞരങ്ങി പ്രാർത്ഥിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാ ആമേൻ മോശയെ ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ള ആരേലും ഉണ്ടോ? 12 ഗോത്രക്കാര് നിൽക്കുക. രൂബേനും ശിമിയോനും ഗാദൻ നഫ്താലി ആശേറും ശെബൂലൂനും ലേവിയും ആമേൻ സ്തോത്ര സകല എണ്ണവും നിരന്ന് നിൽക്കുമ്പോൾ മോശയെ ചോദിക്കുക, യഹോവയുടെ പക്ഷത്താരേലും ഉണ്ടെങ്കിൽ എൻ്റെ അടുക്കവ. ലേവി ഉടനെ കണ്ണ് കാണിച്ചടാടാ പ്രാർത്ഥനയുടെ മറുപടി അവസരം ദൈവം തരിക. ചാടി മുന്നോട്ട് വരാൻ പറഞ്ഞു, സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞു. ലേവിയർ മുഴുവൻ മോശയുടെ അടുക്കൽ വന്നു. ദൈവത്തിന് മഹത്വം. ആമൻ. മറ്റു ഗോത്രക്കാരും ഗവനിച്ചില്ല. മറ്റവന്മാരെല്ലാം കാളയുടെ പുറകെ ആളിന്റെ പുറകെ ഓളമുണ്ടാക്കി മേളമുണ്ടാക്കി നടക്കുമ്പോൾ ലേവി പറഞ്ഞു, എപ്പോഴും അവസരം കിട്ടത്തില്ല, നല്ല അവസരം ദൈവം തരിക. ലേവി ചാടി മുമ്പോട്ട് വന്നുടനെ മോശെ പറയുകയാ, കരുണ തോന്നാണ് വാളെടുത്ത് വെട്ടണം. കാളയ്ക്ക് യാഗം കഴിച്ചവനും കാളയ്ക്ക് യാഗപീഠം പണിത് കാളയുടെ പുറകെ നിൽക്കുന്നവനെ എല്ലാം കണ്ടിക്കടാന്ന് പറഞ്ഞു. അടിച്ച് തൂത്തു. കാളെ ഇടിച്ച് പൊടിയാക്കി, ചുട്ട് പൊടിയാക്കി. ഇവനെയെല്ലാം അടിച്ച് കുടിച്ചോളാൻ പറഞ്ഞു. അടിച്ച് കുടിക്കണമെന്ന് പറഞ്ഞ്. ദൈവത്തിന് മഹത്വം. ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേവിയുടെ ആ തീരുമാനം നല്ലതാ. തക്കത്തിൽ സമയം ഉപയോഗിച്ചു. അതുകൊണ്ട് എന്തോ സംഭവിച്ചു, അവൻ ശാപത്തെ അനുഗ്രഹമാക്കി തീർത്തു. ആ കാര്യം പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ തന്റെ ആ അനുഗ്രഹ വചസ്സിന്റെ കൂടെ ആ കാര്യം പറയുന്നുണ്ടല്ലോ. വായിച്ച ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ചേ. 33:8. വായിക്കേ. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്. അവിടെ പുറകിൽ ആരോ സഹോദരിമാര് ചടയെന്ന് വായിച്ചു, അഭിനന്ദിക്കുന്നു. എന്നാലും മൈക്ക് കൂടെ ഒന്ന് വായിപ്പിച്ചോട്ടെ. വായിച്ചോ. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്. നിന്റെ തുമ്മിയും ഊറിയുമും നിന്റെ ഭക്തന്റെ പക്കൽ ഇരിക്കുന്നു. അടുത്തത്, നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലകജലത്തെങ്കിൽ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അടുത്ത വാക്യം, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ വാളെടുത്ത് അങ്ങോട്ട് നിന്നപ്പോൾ അപ്പനാണോ അമ്മയാണോ എന്ന് നോക്കിയില്ല. കാരണം മോശ പറഞ്ഞത് കാളയുടെ പുറകെ നിൽക്കുന്നവനെയെല്ലാം കണ്ടിക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പനാണോ ഉപ്പാപ്പനാണോ കൊച്ചപ്പനാണോ അമ്മാച്ചനാണോ ഒന്നും നോക്കിയില്ല. അപ്പനെന്നോ അമ്മയെന്നോ നോക്കിയില്ല. പിന്നെ സഹോദരന്മാരെ ആ വിഷയത്തിലൊന്നും ആദരിച്ചില്ല. സ്വന്തം മക്കളെ. ഇപ്പൊ എന്നാ മിക്ക സഭയിലും പ്രശ്നം ഉണ്ടാകാൻ കാര്യം എന്നാ? ബന്ധം നോക്കി, ശേഷം നോക്കി, സ്തോത്രം, ഇതൊന്നും ആദരിച്ചില്ല. ദൈവത്തിന് മഹത്വം. ഇപ്പൊ പിന്നെ സഭയിൽ നിന്നും ആരെയും നമുക്ക് പറഞ്ഞു വിടാനും ഒക്കത്തിൽ. ഉടനെ കേസ് ഇല്ലേ? അതെ, കേസാ. പറഞ്ഞു വിടണ്ട, കുത്തിയിരുന്ന് പ്രാർത്ഥിയിര് തന്നെ പൊക്കോളും. പോകേണ്ടതാന്നേ, വരേണ്ടതാന്നേ തന്നെ. പണ്ട് ഞങ്ങൾക്കൊരു സൈമൺ ഉണ്ടായിരുന്നു. സൈമന് 3 ആൺപിള്ളേരാ, പൊടിക്കുഞ്ഞുങ്ങളാ. അപ്പൊ ഇവര് കളിക്കാൻ പോയി. സന്ധ്യ ആയപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു, അച്ഛാ പിള്ളേരെ കാണുന്നില്ല, അന്വേഷിക്കാൻ. അപ്പൊ അവൻ തന്നെ കൂളായിട്ടിരുന്ന് പറയാ, എടി നമുക്കുള്ളത് അന്ന് 7 മണിയാകുമ്പോൾ ഇവിടെ വരുമെന്ന്. എന്ത് ലഘുവായിട്ടാ പറഞ്ഞേ. അവള് അച്ഛാ കൊച്ചുങ്ങളെ കാണുന്നില്ല, കൊച്ചിനെ എൻ്റെ കുഞ്ഞ് തീർപ്പോ നമുക്കുള്ളതാണെങ്കിൽ 7 മണിയാകുമ്പം സൂക്ഷം 6:45 അവന്മാർ വന്നു. ഒന്ന് ഞാൻ പറഞ്ഞു, എങ്ങനെ ഉണ്ടടി, ഇത് നമ്മുടെതാടി, ഇത് നമ്മുടെതാ. എന്ന് പറഞ്ഞ പോലെ ഞാനും പറയുന്നേ. സ്തോത്രം. നിൽക്കേണ്ടവൻ ഇതിനകത്ത് നിൽക്കും. നീ ആരെയും ഉടക്കണ്ട, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ആണെന്നല്ലോ പുസ്തകത്തിൽ വേറൊരു വിഷയത്തോട് ബന്ധപ്പെട്ടാന്നല്ലോ വാക്യം ഇങ്ങനെ ആരും ഓടിക്കാതെ അങ്ങ് പൊക്കോളും. പൊക്കോളും. ഈ ലോത്തിനെ അബ്രഹാം ഓടിച്ചു വിട്ടതൊന്നുമല്ല, തന്നെ പോയി കയറിയതാ. അബ്രഹാം നല്ല മനസ്സോടെ പറഞ്ഞടാ ഇഷ്ടമുള്ളത് എടുത്തോളാൻ. അന്നേരം അവൻ ഉന്നം വെച്ച് യോർദാൻ നദിയുള്ള സ്ഥലമല്ല, നേരെ അങ്ങോട്ട് പോയി. അബ്രഹാം പറഞ്ഞു വിട്ടതാണോ? തന്നെ പോവുക. നേരെ യോർദാന്റെ തീരത്ത് എന്നിട്ടും പുള്ളിക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. അങ്ങനെ അവിടെ വായിക്കുന്നത്, അങ്ങനെ ലോത്ത് കിഴക്കോട്ട് പോയെന്നാ അങ്ങനെ എഴുതിയേക്കുന്നത്. അങ്ങനെ ലോത്ത് 4:10 അല്ലേ? 14:10, 13:10 ഉൽപ്പത്തി.
അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോരയെയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രൈം ദേശം പോലെയും ആയിരുന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. ഇങ്ങനെ കിഴക്കോട്ട് പോവുക, ആരും വിട്ടതല്ല, തന്നെ പോവുക. അബ്രഹാം വിട്ടതാണോ? അല്ലല്ല, പുള്ളി തന്നെ കിഴക്കോട്ട് പോവുക. നമ്മളാരെയും പറഞ്ഞൊന്നും വിടണ്ട, അടിയന്തര കമ്മിറ്റി കൂടി നടപടി എടുക്കണ്ട, നീ പ്രാർത്ഥിച്ചാ മതി, തന്നെ കിഴക്കോട്ട് പൊക്കോളും. കിഴക്കോട്ട് പോയി അവസാനം വെമ്പളം തീർന്ന് കൊച്ചുങ്ങള് കിഴക്കോട്ട് പോയതിന്റെ കുഴപ്പടിയേ തള്ള ഇപ്പോഴും അവിടെ നിൽക്കുന്ന പോയേച്ച് വന്നവരൊക്കെ പറയുന്നത് ഞാൻ പോയില്ല, ഞാൻ കണ്ടുമില്ല, എനിക്കിനിയിപ്പോൾ തള്ളയെ കാണേണ്ട കാര്യമോ, ഈ പന്നെ തള്ളേനെ കണ്ടിട്ട് തന്നെ എടുക്കാനാ. പക്ഷെ പെൺപിള്ളേരും അപ്പച്ചനും കൂടെ ഓടി ഒരു ഗുഹയ്ക്കകത്ത് കയറി. അപ്പൊ ചേടത്തി അനിയത്തിയും ഞാനങ്ങ് പേരിട്ട് ആ കുഞ്ഞന്നാമ്മയും ത്രേസ്യാമ്മയും ഓണ ചേടത്തി അനിയത്തോട് പറഞ്ഞു, എടി ത്രേസ്യ, ഇനി നമുക്ക് കല്യാണമൊന്നും നടക്കുമെന്ന് എനിക്ക് ഒന്നേ ചോദിച്ചു. അതിനാ കൊച്ചമ്മേ എന്ന് ചോദിച്ചാൽ നിനക്ക് എന്നെ അറിയാൻ മേല്, ഇനി ഭൂമിയിൽ ഒറ്റ ആണുങ്ങൾ പോലും ഇല്ലടി. അയ്യോ ഇനി ആകെ ഉള്ളൊരു ആന്തരി ഇതാന്ന്. കിഴക്കോട്ട് പോയവന്റെ ഗതികേടായി പറയുന്നേ. വീഞ്ഞ് കുടിപ്പിച്ച് അപ്പനാൽ 2 പെൺകുട്ടികൾ ഗർഭവതികളായി. മൂത്തവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു, ഇളയവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ പ്രസവം കഴിഞ്ഞപ്പോൾ തമ്പുരാൻ വിലക്കിട്ടൊരു അമ്മോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, 10 തലമുറ പോലും ഒരു നാളും കയറരുതെന്ന. സ്തോത്രം. ഞാൻ വിവരിക്കുന്നില്ല, ദൈവത്തിന്റെ മകത്ത് നീ പ്രമാണത്തിൽ നിൽക്കുക, നിനക്ക് നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. ലേവി വാളെടുത്ത് കഴിഞ്ഞപ്പോൾ അവൻ സഹോദരന്മാരെന്ന് ഓർത്തില്ല. വായിര പിന്നെ വായിച്ചോ അതെല്ലാം മറച്ചോ. 33-ാം അധ്യായത്തിന്റെ 8 മുതൽ ആവർത്തനം. അവൻ ലേവിയെ കുറിച്ച് പറഞ്ഞത് കലകജലത്തെങ്കിൽ പോരുക ചെയ്തവന്റെ പക്കൽ തന്നെ. അടുത്ത വാക്യം അടുത്തത് സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല. പിന്നെ ഇപ്പം മുന്നിരുത്തിയന്റെ ഗുണം കണ്ടോ? അപ്പൊ പുള്ളിയെ ഞാൻ മുന്നിരുത്തി പറഞ്ഞ എന്തിനാ അവിടെ പിടിച്ചിരുത്തുന്നത് ചിന്തിച്ച് കാണാം. കണ്ടോ ഗുണം? ഒക്കെ അതിന്റെ നടത്തിപ്പിലാ കാര്യങ്ങൾ പോകുന്നത്. ഇനി മോള് മൈക്ക് കൂടെ ഒന്ന് വായിച്ചു. അവൻ അപ്പനെയും അമ്മയും കുറിച്ച് അത് വായിച്ചതാണല്ലോ. അടുത്ത് വായിക്കും, സമയം പോകുന്നു. അവൻ സ്വന്തം സഹോദരന്മാരും നോർത്തില്ല. അടുത്ത വാക്യം. നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തു. ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു, വചനം പ്രമാണിച്ചു, നിയമം കാത്തു. സ്തോത്രം. അപ്പൊ തമ്പുരാന് വചനവും കാത്തു, നിയമവും പ്രമാണിച്ചു. വചനം കാത്തു, നിയമം പ്രമാണിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ശാപത്തെ അനുഗ്രഹമാക്കി. ഒന്നുകൂടെ പറഞ്ഞാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് വചനവും പ്രമാണവും കാത്തപ്പോൾ ഇവന്റെ മണ്ടേ കിടന്ന ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി. അടുത്ത വാക്യം വായിര്. അവൻ യാക്കോബിന് നിന്റെ വിധികളും. ഇനി അപ്പൊ തമ്പുരാൻ തിരിച്ചു. ഇനി ലേവി ആയിരിക്കും യാക്കോബിന് വിധി പ്രസ്താവിക്കുന്നത്. നിങ്ങൾ 11 ഗോത്രക്കാർ ഇവനെ കായ്ക്ക് തൊടിയിച്ചില്ലല്ലോ, വിളിച്ചില്ലല്ലോ. ഇവന്റെ യോഗത്തിന് നിങ്ങൾ ആരും പോയുമില്ല, നിങ്ങളുടെ യോഗത്തിന് ഇവനെ വിളിച്ചുമില്ലല്ലോ. തമ്പുരാൻ അത് തിരിച്ചടിച്ചു പറയാ. ഇനി ലേവി ആയിരിക്കും വിധിക്കുന്നത്. പിന്നെ ഇസ്രായേലിന് ന്യായപ്രമാണവും ഉപദേശിക്കും. അവൻ ഇനി ഉപദേശിക്കും. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമം അർപ്പിക്കും. അടുത്ത വാക്യം. യഹോവേ അനുഗ്രഹിക്കണമേ, അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ, അവന്റെ പ്രവൃത്തിയിൽ
പ്രസാദിക്കണമേ. കണ്ടോ, ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കുക. ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ ആയത്തിൽ അപ്പൻ ശപിച്ചു, അവന്റെ യോഗത്തിന് പോകരുത്, ഇവന്റെ മന്ത്രണത്തിൽ കൂടരുത്. ലേവി പ്രാർത്ഥിച്ചു, സമയം വന്നപ്പോൾ സമയം തക്കത്തിൽ ലേവി ഉപയോഗിച്ചത് കൊണ്ട് ശാപത്തെ അനുഗ്രഹമാക്കി. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ മേലും സന്തതിയുടെ മേലും ഉള്ള ശാപം മാറണമെങ്കിൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. ഇത് സുപ്രധാന കാലമാ, രക്ഷാ ദിവസമാ. ഇന്ന് രാത്രി ഓഡിറ്റോറിയം വിട്ടു പോകുമ്പോൾ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് കർത്താവിന് ഹൃദയം കൊടുത്ത് ഒരു ദൈവ പൈതലായി ഇന്ന് രാത്രി നീ മടങ്ങി പോകുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ മേലും നിന്റെ മേലുമുള്ള ശാപത്തെ ഇന്ന് രാത്രി അനുഗ്രഹമാക്കും. മരണത്തിൻ തരുണങ്ങൾ പലതും വന്നതും മരണദൂതനറിയുവാൻ എന്നരികിൽ നിന്നതും. ഓ, മരണത്തിൻ തരുണങ്ങൾ പലതും വന്നതും മരണദൂതനറിയുവാൻ എന്നരികിൽ നിന്നതും. ഓ, ഇരുളിലായി ഞാൻ ദുരിതമോടെ, ഓ, ഇരുളിലായി ഞാൻ ദുരിതമോടെ കരയുന്നത് കണ്ടു വീണ്ട അരുമനാഥനെ അൻപിതോ യേശു നായക തന്നിതോ ഏഴക്കായി നിൻ ജീവനെ അൻപിതോ യേശു നായക തന്നിതോ ഏഴക്കായി നിൻ ജീവനെ. എത്രയോ അതിക്രമം ചെയ്ത ദോഷിന എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനച്ചതല്ല ഞാൻ. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനച്ചതല്ല ഞാൻ. കനിവ് തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ, കനിവ് തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ അരുമചൂതനയണച്ചുകൊള്ളുവാൻ കരളലിഞ്ഞുവോ അൻപിതോ യേശു നായക തന്നിതോ ഏഴക്കായി നിൻ ജീവനെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത സമയ തക്കത്തിൽ ഉപയോഗിക്ക. എനിക്ക് ആ ഭാഗം നിന്ന് പ്രസംഗിച്ചാൽ കൊള്ളാന്നുണ്ട്. വേറെ ചില കാര്യം കൊടുത്ത് യഹോവേ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. നീ പിരിവിനൊന്നും നടക്കണ്ട, പിരിക്കാനും നടക്കണ്ട, നിന്റെ ധനത്തെ ദൈവം അനുഗ്രഹിക്കും. ഈ പ്രമാണം കാത്താ മതി. ഞാനേ സ്ഥലമൊന്നും എന്നോട് ചോദിക്കരുത്. ഒരു ചെറിയ അനുഭവം, എന്നേക്കാൾ അനുഭവമുള്ളവരായ എന്നെ കേൾക്കുന്നത്. കുറേ നാൾ മുമ്പ് ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് ചെന്നപ്പം അവിടെ പ്രത്യേക രീതിക്കാരാ. അപ്പം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആ സഭയിലുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു പ്രോഗ്രാം ഇവിടെ ക്രമീകരിക്കും. കഴിവിൻ്റെ പരമാവധി ഞാൻ അങ്ങനെ ആരെയും ആ രീതിയിൽ വിളിക്കാറില്ല. വിളിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പരിചയമുള്ളവരെ വിളിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും പറയത്തില്ല. എന്നാൽ ഞാൻ കഴിവിൻ്റെ പരമാവധി ഒരു പ്രോഗ്രാമിനായിട്ട് അങ്ങനെ വിളിക്കാറില്ല. എന്നാൽ ആൾക്കാരെ വിളിക്കും, അത് തെറ്റാണെന്നൊന്നും അല്ല പറയുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, പിന്നൊരു കാര്യം, എല്ലാ കാര്യവും ഒന്നും ഇവിടെ, എല്ലാ കാര്യവും മനസ്സിലായല്ലോ, ഉപദേശമേ ഇതൊരു പ്രത്യേക തന്നെയല്ല. ഞാൻ കമ്മിറ്റിക്കാരോടൊക്കെ, അവൻ്റെ ഭാഷയാ, കമ്മിറ്റിക്കാരോട് കാല് പിടിച്ച ഞാൻ പറഞ്ഞു, ഞാനൊന്നും പറയത്തില്ല, നിനക്ക് എന്നെ അറിയാമല്ലോ. ഞാൻ പറഞ്ഞു ഒന്നും പറയരുത്. അപ്പം പറഞ്ഞു തന്നത്, അവർക്ക് ഇഷ്ടപ്പെടുകയാണെ വീണ്ടും വീണ്ടും വിളിക്കും. എല്ലാം ഉള്ളവരാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വരാം, പ്രാർത്ഥിച്ച് വരാം. ഞാൻ പ്രാർത്ഥിച്ച് ചെന്നു. അപ്പോൾ ചെന്ന് ഒന്ന് നോക്കിയപ്പോഴേ മനസ്സിലായി. പിന്നെ അവിടുത്തെ രീതികൾ കണ്ടപ്പം കുറച്ചുകൂടെ മനസ്സിലായി. പിന്നെ അകത്തുനിന്ന് ചിലരുടെ അകത്തുനിന്ന് വരുന്നത് കേട്ടപ്പോൾ പിന്നെ ഹൃദയം നിറഞ്ഞാന്നല്ലോ. എന്തായാലും ദൈവത്തിൻ്റെ കൃപയെ ശരണപ്പെട്ട് വചനം ശുശ്രൂഷിച്ചു. ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ഉപദേശമാണ് പറയണമല്ലോ. അപ്പോൾ ചിലർ ബൈബിൾ മടക്കി ബൈബിളിൻ്റെ സിബിട്ട് കാണിക്കുന്നു, മൂക്കരുന്ന കണ്ണട മടക്കി വെച്ചു. ചില അന്യോന്യം പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇവൻ ഈ സൈഡിലിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ നിന്നാണ് പ്രസംഗിച്ചത്. കാരണം ഇങ്ങനെ നിന്നാൽ ഇവൻ എന്നെ കണ്ണ് കാണിക്കിയിരിക്കാൻ. അതിന്
ഇങ്ങനെ എന്നാ പ്രസംഗിച്ചത്. പിന്നെ ചിലയിടത്ത് ബുദ്ധി വേണമല്ലോ. അപ്പം ഇങ്ങനെ എന്നാൽ ഇവനോട് പറയും കണ്ണ് കാണിക്കാൻ. ഞാൻ ഇവനെ മറിഞ്ഞിങ്ങനെ പ്രസംഗിച്ചു. അപ്പം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, നമുക്കറിയാം, പ്രതികരണം അറിയാമല്ലോ. എന്നാൽ പുറകിലിരുന്ന് ഒരു സഹോദരി ആസ്വദിക്കുന്നുണ്ട്. ഒരു പ്രായമുള്ള ഒരമ്മ, 60 കാണുമായിരിക്കാം. 65 ഇത് കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. യോഗമെല്ലാം കഴിഞ്ഞ് ആരും അങ്ങനെ വലുതായിട്ട് കൈ ഒന്നും തന്നില്ല. എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുക. ഈ സഹോദരി വന്നു കൈ തന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ആസ്വദിച്ചു. വളരെ നന്നായിരുന്നു. ഈ കൂട്ടായ്മയുടെ ആരംഭത്തിൽ ഞങ്ങളാ തുടങ്ങിയത്. അന്ന് നല്ല ഉപദേശവും വേർപാടുമായി. എൻ്റെ ഭർത്താവും മരിച്ചു, ആരംഭത്തിലുണ്ടായിരുന്ന മരിച്ചു. ഇപ്പം ആ ഗ്രൂപ്പ്, ആ പഴയ ആൾ ഞാനേ ശേഷിച്ചുള്ളൂ. എന്നെ കൊണ്ടിപ്പോൾ ഇനി ഒന്നും നടക്കുകയില്ല. നമ്മൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരാരും അംഗീകരിക്കത്തില്ല. ഒത്തിരി നാൾ കൊണ്ട് ഞരങ്ങുക. ദൈവമേ, ആരേലും ഒരാൾ വന്നിതൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ വളരെ സന്തോഷം. അപ്പം എന്നോട് പറഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല, കാരണം മോനും കുടുംബവും വന്നിട്ടില്ല, ഞാൻ തന്നെയാണ് താമസിക്കുന്നത്, പിന്നീടൊരിക്കൽ കൊണ്ടുപോകാം, പ്രാർത്ഥിക്കണം എന്ന് വെച്ച് ഇവരെ ഒരു കവർ തന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഇല്ല, സന്തോഷം, ഇത് സ്വീകരിക്കണം. അപ്പോൾ ഇവനും അടുത്ത് വന്ന് എന്നോട് പറഞ്ഞ് മേടിച്ചോളാം, കാരണം അവന് മനസ്സിലായി മറ്റിടത്ത് നിന്നൊന്നും കിട്ടുകയില്ല, ഇതേലും കിട്ടട്ടെന്ന് ഓർത്ത് അവൻ പറഞ്ഞു മേടിച്ചു. അപ്പം കണ്ടമാനം നിർബന്ധിച്ചു. സ്തോത്രം. ഓപ്പണായിട്ട് പറയാം, ഓപ്പണായിട്ട്. ലൈവ് ഉള്ളത് കൊണ്ടെല്ലാം പറയാനും ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഓളിയം കുറയ്ക്കാവോ? ഒന്ന് കുറച്ചേ, ഓളിയം കുറച്ചേ, നമ്മൾ കേട്ടാൽ മതി. കുറച്ചോ? സത്യമാന്നേ? ആന്നേ? വിശ്വസിക്കാമോ? അപ്പം കവർ തന്നു. ഞങ്ങളിഞ്ഞ് പോന്നു. താമസിക്കുന്നിടത്ത് വന്ന് പ്രാർത്ഥിച്ച് കവറ് തുറന്നപ്പം ആ ദൈവദാസി നല്ല ഒരു എമൗണ്ടാണ് തന്നത്. നല്ല എമൗണ്ട്. ആ സഭയിലൊരു 10 പ്രാവശ്യം ശുശ്രൂഷ ചെയ്താലും തരാത്ത വിധത്തിൽ നമുക്ക് ചില രീതികളുണ്ടല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് കതക് തുറന്ന് ഇവനെ വിളിച്ചു. നീ വരാൻ പറഞ്ഞു. എടാ, നീ അല്ലേ പറഞ്ഞ ഉപദേശം പറഞ്ഞാൽ പൈസ കിട്ടുകയല്ലെന്ന്. എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. നോക്ക്, പൂജ്യം എത്രയുണ്ടെന്ന് വായിക്കാൻ പറഞ്ഞു. ദൈവം നിന്നെ കൈവിടുകയല്ല. വചനം കാത്തു, പ്രമാണം കാത്തു. എന്തോ അമ്മേ പറഞ്ഞേ? ആ തള്ളക്ക് അതറിയാഞ്ഞിട്ട് ഭയങ്കര പൂജ. വേറൊന്നും അറിയണ്ട. 500 പൂജ്യം അങ്ങ് പോ. അതാ വിഷയം. പൂജ്യം എത്രയുണ്ടെന്ന്. അപ്പൊ ഒരു കാര്യം പറയാം, ഞാനും നിങ്ങളും പ്രമാണത്തിന് നിന്നാൽ, വചനം കാത്താൽ ദൈവം നിന്നെ കൈവിടുകയില്ല. ഒരുപക്ഷെ സഭക്കാര് കൈവിടും, ദൈവം കൈവിടുകയില്ല. സംഘടന കൈവിട്ടെന്ന് വരാം, ദൈവം കൈവിടുകയില്ല. സെന്റർ കൈവിട്ടെന്ന് വരാം, ദൈവം കൈവിടുകയില്ല. കേന്ദ്രത്തിൽ നിന്ന് കൈവിട്ടെന്ന് വരാം, സ്വർഗം നിന്നെ കൈവിടുകയില്ല. എന്റെ വചനം കാത്തു, എന്റെ പ്രമാണം ആചരിച്ചു. ലേവിയുടെ ധനത്തെ അനുഗ്രഹിക്കണം. മതി. ലേവി സമയം തക്കത്തിൽ അവിടെ ലേവി സമയം തക്കത്തിൽ മോനിഞ്ഞു ഇവിടെ. അവൻ നിന്റെ അടുക്ക, നിന്റെ അനിയനാണോ? അവൻ വിട്ടു പോവുക. അപ്പൊ ശ്രദ്ധിക്കുക, ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഒരു കാര്യവും കൂടെ പറഞ്ഞങ്ങ് നിർത്താം. വേറെ 3-4 കാര്യമൊക്കെ പറയണ്ടതാ, അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. അപ്പം മതി ഗുണവാകാനാണ് ഇതൊക്കെ മതി. ദൈവത്തിന് മകത് ആണ്ട. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 3-4 വാക്യം ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചോ. ദൈവത്തിന് മകത്വം. ഉറക്കെ വായിരു മോളെ. അപ്പോൾ വിലയേറിയ സ്വച്ഛജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാൽക്കൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി
തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഞാൻ പാട്ടിന്റെ വരി മറന്നല്ല. പന്തിരുവരിലൊരുത്തനാം യൂദൻ വരുന്നു തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിലൊരുത്തനാം യൂദൻ വരുന്നു തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ആ കഷ്ടം കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിലൊരുത്തനാം യൂദൻ വരുന്നു തന്തയെ കാണിച്ചു കൊടുപ്പാൻ. അപ്പൊ ശ്രദ്ധിക്കുക, നേരമില്ല. അപ്പോൾ അങ്ങനെ എഴുതിയേക്കുന്നത്, അങ്ങനെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അപ്പോൾ പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു ബഥാനിയിൽ വന്നു. ഈ വീട്ടിൽ പലപ്പോഴും വരും, വരാൻ കൊള്ളാവുന്ന വീടാ. ഇവിടെ 2 സഹോദരിമാരുണ്ട്, മാർത്ത മറിയ, ആങ്ങള ലാസറെ. പുള്ളി യോഗത്തിന് ഇരിക്കുകയല്ലെങ്കിൽ ഒത്താശയൊക്കെ ചെയ്യും. കസാര എടുത്തിടും, കുടിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കും, കസാര മടക്കി വെക്കും. ഉപദേശിമാർക്ക് ചോറ് എന്നാ മോനെ, ആരെയാ മോനെ, പുറത്ത് നിന്ന് വേണ്ട ഒത്താശയെല്ലാം ചെയ്യും. പക്ഷേ യോഗത്തിന് അങ്ങനെ ഇരിക്കുകയല്ല, ഇരിക്കുന്നത് മുഴുവൻ മറിയ തൃപ്പാനത്തിൽ. യേശു പലപ്പോഴും ഈ വീട്ടിൽ വരും. വരുന്നത് തന്നെയല്ല, ശിഷ്യന്മാരും ഉണ്ട്. ആ വീട് എന്ത് നല്ല വീടാ, ഇത്ര എണ്ണത്തിനാ സന്ധിക്കുന്നത്. നമ്മുടെ വീട്ടിൽ 3-4 പേര് ഒന്നിച്ച് വന്നാലോ ഉടനെ പറയും ഇതെല്ലാം തള്ളിക്കൊണ്ട് ഇങ്ങോട്ട് എന്തിനാ വരുന്നെന്ന്. അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അഥവാ ആലോചിച്ച് കഴിച്ചേച്ചായിരിക്കും എന്നല്ലയോ, അങ്ങനെയുള്ളവരുണ്ട്. ഏതായാലും ഈ സഹോദരിമാർ യേശുവിനെ ശിഷ്യന്മാരെയൊക്കെ ആദരിക്കുകയും ശുശ്രൂഷിക്കുകയും. വിസ്തരിക്കുന്നില്ല. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വീട്ടിൽ വന്നു. ഒരു അത്താഴമൊക്കെ ഒരുക്കി എല്ലാവരും ഉണ്ട്. പെട്ടെന്ന് മറിയ സൂക്ഷിച്ചു വെച്ച സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തലെടുത്ത് അവിടുത്തെ തൃപ്പാദത്തിൽ പൂശി മറിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ അവിടെ യൂദാ ഇരിപ്പുണ്ട്. യൂദാ ഉടനെ ഇത് കണ്ടിട്ട് ഈ വിഷയം ഇവള് കമ്മിറ്റി പറഞ്ഞതായിരുന്നു. കമ്മിറ്റിയിൽ അവളങ്ങനെ പറഞ്ഞതാണ്. ഇത് കമ്മിറ്റി അറിഞ്ഞുകൊണ്ടാണോ ഈ തൈല് ഇപ്പോൾ? ഇല്ല, കമ്മിറ്റിക്കാരോട് പറഞ്ഞ ഇവന്മാർ സമ്മതിക്കുമോ? അവന്മാർ പറയാൻ പറഞ്ഞ് ഇങ്ങോട്ട് താ, ഞങ്ങളത് വിറ്റേച്ച് പണ്ടിലിടുമെന്ന് പറയും. പിന്നെ യേശുവിനെ പൂശാൻ വേറെ അത്തറ് കാണും, അത് പൂശാൽ മതി. അല്ല, മറിയക്ക് ഇവന്മാരെ എല്ലാം നന്നായിട്ട് കൊള്ളാം. കൂടെ കൂടി വീട്ടിൽ വന്ന് യോഗത്തിന് ഇരിക്കുമ്പോൾ മറിയ ഇവളെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. സ്വോത്രനെല്ലാം ഇങ്ങനെ പമ്മി ഇരിക്കുന്നെങ്കിലും പിന്നെ ഇടിമക്കൾ അവിടെ ഇരിപ്പുണ്ട്, അവള് ശ്രദ്ധിക്കുന്നുണ്ട് ഇവന്മാരോടെ കൊണ്ടാക്കുന്നതൊക്കെ. മാറോട് ചാരിയിരിക്കുന്ന യോഗനൻ. അപ്പം മറ്റവർ പറഞ്ഞു ഇവൻ മാത്രം എപ്പോഴും ഇങ്ങനെ മുട്ടിയുരുമി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പത്രോസ് താക്കോലിട്ടൊന്ന് കറക്കും. കാരണം പുള്ളിയുടെ താക്കോല് ഇതൊക്കെ മറിയ കാണുന്നുണ്ട്. ഇവന് ഇടയ്ക്ക് കർത്താവ് പറഞ്ഞ താക്കോല്. ഇടയ്ക്കിടയ്ക്ക് യോഗത്തിനിടയിലും യൂദാ ഇരുന്ന് എണ്ണും പണം. സഭായം കഴിഞ്ഞ ഉടനെ അവർക്ക് സഭായം ഒന്നുമില്ല, പക്ഷെ ഉടനെ ഇവർ മാറിയിരുന്ന് ഉണ്ടെന്ന് മറിയ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. മറിയക്കറിയാം യവന്മാരോട് പറഞ്ഞാൽ ഇവന്മാർ ഈ തൈലം പൂശാൻ അനുവദിക്കത്തില്ല. പിന്നെ കമ്മിറ്റി പറയണം, കമ്മിറ്റി കൂടണം. എത്ര കമ്മിറ്റി കൂടിയാലാ ഇത് പൂശണോ പൂശണ്ടയോ? അപ്പൊ പകുതി പേര് പൂശണം, പകുതി പേര് പൂശണ്ട. ഒരുത്തം പറയും ഞാൻ പണ്ടൊന്ന് പൂശിയതാ, അങ്ങനെ തിരിച്ചെന്നെ പൂശിയത് കൊണ്ട് ഞാൻ പിന്നെ ആ പൂശ അന്നുകൊണ്ട്.
അപ്പൊ ഒരുത്തൻ പറഞ്ഞു ഞങ്ങളെല്ലാം കൂടെ പണ്ട് ഒരുത്തനെ പൂശി. ഉടനെ മറ്റവൻ കയറി പറഞ്ഞു എന്നെ പൂശിയാൽ ഞാൻ ഒറ്റ ഒരുത്തനെ. ഇവന്മാരെല്ലാം പൂശാൻ മറിയയ്ക്ക് ഇവനെ എല്ലാം നന്നായിട്ട് അറിയാം. മറിയ മിണ്ടിയില്ല. അവിടുത്തെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറിയകത്ത് എന്ന് സൂക്ഷിച്ചു വെച്ച ഒരു വെങ്കൽ പെരണി തൈലം, സ്വച്ഛമാംസി തൈലം എടുത്ത് തൃപ്പാനത്തിൽ പൂശിയപ്പോൾ യൂദ ഇളകി. യൂദ പറഞ്ഞു ഇത് കമ്മിറ്റിയിലൊക്കെ ഇങ്ങനൊക്കെ ഈ ശുശ്രൂഷയുടെ ഇടയിൽ ഇതിങ്ങനെ പൂശാമോ? ഇതെന്തോ വിളി കാണിക്കുന്നേ? ഇവിടെ പീറ്റർ അച്ചാൻ ഇല്ലയോ? പീറ്റർ അച്ചാൻ ഒന്നുമില്ലേ? പീറ്റർ അച്ചാൻ ഉണ്ടെങ്കിലും ഒന്ന്, പിന്നെ പീറ്റർ അല്ലെ യോനാച്ചനുണ്ടല്ലോ. യോനാച്ചനുണ്ടെങ്കിൽ യോനാച്ചൻ ഹൃദയത്തിന്റെ സ്പന്ദനം, യേശുവിന്റെ സ്പന്ദനം പുള്ളിയോടൊന്ന് പറയണ്ടേ? ഒന്നുമില്ലെങ്കിൽ എന്നോടൊരു വാക്ക്. ഞാനില്ലാതെ ഇവിടെ കാര്യം നടക്കുവോ? കാശല്ല എന്റെ ട്രഷറല്ലയോ ഞാൻ? വേണ്ടിയില്ല. യൂദാ കയറി ഉടക്കി. ഈ പാഴ്ചെലവ് ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. ഇവന് ദരിദ്രന്മാരോടൊന്നും കാര്യവും ഇവൻ കള്ളന. അങ്ങനെ ഇവൻ കള്ളൻ. 2 പണസഞ്ചി ഇവന്റെ പക്കൽ, 3 ഇവൻ അടിച്ചു മാറ്റുക. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? അടിച്ചു മാറ്റിയെന്നല്ല എങ്കിലും വായിച്ചേ. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അല്ലെന്ന് അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കൽ ആകയാൽ അതിലിട്ടത് എടുത്തു കൊണ്ടുവന്നതും ഇവ അതിലിട്ടത് എന്നും അടിച്ചു മാറ്റി. ഓഡിറ്റിങ്ങും വായനയൊന്നും യേശുവിന്റെ കാലത്ത് ഇല്ലെന്ന്. നമുക്കല്ലേ സഭ ഞായറാഴ്ച ചെല്ലുമ്പോൾ കൊടുത്തവന്റെ ലിസ്റ്റ്, കൊടുക്കാത്തവന്റെ ലിസ്റ്റ് ഉടനെ സെക്രട്ടറി തള്ളിക്കൊണ്ട് വന്ന് ഇനിയും ആരാണ് തരാനുള്ളത്? എന്നാ നാണം കെട്ട ഇടപാടാടാ. ദൈവത്തെ ആരാധിക്കാൻ വരുന്നവനെ നീ ഇരുന്ന് പിഴിയുന്നത്. എടാ കൊടുക്കണ്ടവൻ കൊടുത്തോളും, കൊടുക്കണ്ടവൻ കൊടുത്തോളും. ഇത് ലിസ്റ്റ് ഇട്ടേക്കുന്നു. ദശാംശം തന്നവന്റെ തരാത്തവന്റെ ആണ്ടോടാണ്ടക്ക് അടിച്ച ചെല്ലാത്തിന്റെ കയ്യിൽ ഓരേ ഏനാ നിങ്ങളല്ല എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഏനതാ എന്താ വെച്ചാ അച്ഛനെങ്കിലും അനുകൂലിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാണക്കേടാ ഇത്, നാണക്കേടാന്ന്. റോഡ് പണിയുന്നവൻ കാണും, റബ്ബർ വെട്ടാൻ പോകുന്നവൻ കാണും, അടുക്കള പണിയുന്ന അമ്മാമ്മ കാണും. ലിസ്റ്റ് ഇടുമ്പോ നാണക്കേടാന്ന്. ഇത്ര വെളിവില്ലാത്ത ഇനം. സ്തോത്രം. കൊടുക്കണ്ടവൻ കൊടുക്കും, കൊടുക്കരുതെന്ന് പറഞ്ഞാലും കൊണ്ട് കൊടുക്കും. എന്താ വെച്ചു മോനെ? ഏതാണ്ട് പറഞ്ഞെന്നെ പറഞ്ഞു ആനയെ പേടിച്ചാൽ മതി, പിണ്ടം പേടിക്കണ്ട. ആന വരുമ്പോ പേടിക്കണം. ആനയാ കൊമ്പൻ. പിണ്ടം കിടക്കുന്നതിനാ പേടിക്കാൻ? കൊടുക്കണ്ടവൻ കൊടുക്കുമെന്ന്. ഇനി അഥവാ ആരും തന്നില്ലെങ്കിലും നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാ. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തുമില്ലെന്ന്. ആരെങ്കിൽ പാടയൊരുക്കുന്നവനാ ദൈവം. എന്തിനേരം ഓടിച്ചു നിർത്താം? ഇവള് കൊണ്ട് ഭരണി പൊട്ടിച്ചൊടിച്ചു. ആമ സുഗന്ധം കൊണ്ട് വീട് മുഴുവൻ അങ്ങ് സൗരഭ്യം. ദൈവത്തിന് മഹത്വം നിറഞ്ഞു. ദൈവത്തിന് മഹത്വം. യൂദാ കയറി ഓടക്കൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഒരു കാര്യം, സമയം തക്കത്തിൽ കാരണം കൂടെ പറയാം. നമ്മുടെ കർത്താവ് അത് കഴിഞ്ഞ് പെസഹയ്ക്ക് 6 ദിവസം മുമ്പ്, അത് കഴിഞ്ഞ് പെസഹ കഴിഞ്ഞ് അന്ത്യത്താഴം കഴിഞ്ഞ് കെദ്രോന്തോട് കിടന്ന് ഒലിവുമലയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ വിയർപ്പ് രക്തത്തുള്ളി പോലെ നിലത്ത് വീണു. അതിവേദന, പ്രാണവേദനയിലായി. യൂദയുടെ ഒറ്റിക്കൊടുപ്പിനാൽ വാളും മടിയും തീപട്ടിയും പന്തങ്ങൾ. ഇവനെ പോകാനൊരു കാര്യം കൂടെ പറയും. ഇത് 300 വെള്ളിക്കാശാ. 300 വെള്ളിക്കാശ് ഇവന്റെ സഞ്ചിക്കകത്ത് വരണ്ടതാ. അതിന് അവൻ അന്നേരം ചെയ്ത് 300 കിട്ടില്ലേ 30-നെങ്കിലും ഇവനെ ഒറ്റും. ഇയാള് കാരണമല്ലേ 300 എൻ്റെ സഞ്ചിക്കകത്ത് വരാഞ്ഞ്. അന്നാ ഇവനെ 30 കിട്ടും. 30 ഒറ്റിയിട്ടേ ഉള്ളൂ. ഇവൻ അന്ന് രാത്രി തന്നെ അവിടെ ചെന്ന് പറഞ്ഞ് ഞാൻ ഉമ്മ വെക്കും, ഞാൻ ഉമ്മച്ചനാ. അന്നേരം കയറി പിടിച്ചോണം. പ്രാണവേദനയിൽ നമ്മുടെ കർത്താവായിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പൂവനത്തിൽ ഭാരം സമന പൂവനത്തിൽ അധിക
കഷ്ടതയുടെ ഒറ്റക്കൊടുപ്പിനാൽ ചുംബനം കൊണ്ട് പിടിച്ചു കൊടുത്തു. അടിച്ചും ഇടിച്ചും ഉപദ്രവിച്ചും പീലാത്തോസിന്റെ കത്തളം മുതൽ കാൽവറി മേട് വരെ കുരിശുമരം ചുമന്നുകൊണ്ട് മുഖത്തെ രോമം പിടിതെടുക്കപ്പെട്ടവനായി, കണ്ണുമൂടി കന്നത്തടിയേറ്റവനായി, മുൾക്കിരീടധാരിയായി ആ റോമൻ ചാട്ടമാറുകൊണ്ട് അടിച്ച് ചാട്ടമറിക്കുമ്പോൾ മാംസം ഇരുന്ന് പറഞ്ഞ് മുതുക ഉഴവയാലുപോലെ നീളത്തിൽ കീറപ്പെട്ടവനായി, വീണും വേച്ചും പറിച്ചും കാൽവറിയുടെ കൊലമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ ഇരുമ്പാണികൾ കേൾപ്പിച്ചു കൊടുത്ത് അവൻ ഉറക്ക നിലവിളിച്ച് അവിടുന്ന് പ്രാണനെ വിട്ടു. മരിച്ചെന്നുറപ്പ് വരുത്തുവാൻ വിലാപ്പുറത്ത് കുത്തി അവൻ രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. അവൻ PV തൊമ്മയായിരുന്നിരിക്കുന്നത് കരുണയില്ലാത്ത പടയാളി ഒരു പെരിയ കുന്തം അങ്ങെടുത്തു, കുത്തി തുറന്നു ചങ്കിൽ നിന്നുടനെ ഒഴുകി ജലവും രക്തവും, ഉടനെ കുത്തി തുറന്നു ചങ്കിൽ നിന്നുടനെ ഒഴുകി ജലവും രക്തവും, ഉടനെ മരിച്ചെന്നുറപ്പ് വരുത്തിയപ്പോൾ പീലാത്തോസിന്റെ അനുവാദത്തോടെ രാത്രി വന്ന് നിക്കോദെമോസും അരിമത്തിയിലെ യോസേപ്പും അവിടുത്തെ തിരുശരീരം ക്രൂശിൽ നിന്നിറക്കി ആ 100 റാത്തൽ സുഗന്ധക്കൂട്ടുള്ള നിർമ്മല ശരീരത്തിൽ പൊതിഞ്ഞ് അരിമത്തിയാക്കാര യോസേപ്പിന്റെ ആരെയും വെക്കാത്ത കല്ലറയിൽ കൊണ്ടടക്കി കല്ല് വെച്ച് മുദ്ര വെച്ച് ഏതാണ്ട് 100 പടയാളികളെ കാവലേർപ്പെടുത്തി എല്ലാവരും പിരിഞ്ഞു പോയി. സഹോദരിമാർക്ക് ഉറക്കം വന്നില്ലെന്നുള്ളതാ. അധികാലത്ത് സഹോദരിമാര് കല്ലറയിലോട്ട് ഓടുക. ആരൊക്കെയാ ഓടിപ്പോയത്? ഓടി കല്ലറയിലോട്ട് ഓടുക. ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ടാ, ചുമ്മാതല്ല, ഒരുക്കിയ സുഗന്ധവർഗം. ആരൊക്കെയാ പോയത്? മത്തല്ലക്കാരത്തി മറിയ, മറ്റേ മറിയ, ശലോമ, പെണ്ണുങ്ങളുടെ കാര്യം ചോദിക്കുമ്പം ഇവിടുന്ന് ഞാൻ എഴുന്നേപ്പിച്ച് മാറ്റിയിരുത്തും. മക്തൽ മേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങേ തേടി വന്നു. അതെ, രാവിലെയോ പാടുന്നില്ല, രാത്രിയിലും പാടാം. മക്തൽ മേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങേ തേടി വന്നു. അപ്പൊ ശ്രദ്ധിക്കുക, മഗ്ദലക്കാരത്തി മറിയുണ്ട്, മറ്റേ മറിയുണ്ട്, സൂസന്നയുണ്ട്, യോഹന്നയുണ്ട്, ശലോമയുണ്ട്. ഇവരെല്ലാം ഒരുക്കിയ സുഗന്ധവർഗമായിട്ട് പോകുക യേശുവിനെ പൂശാൻ. പക്ഷെ അവിടെ ചെന്നപ്പോൾ കല്ലറ തുറന്ന് അകത്ത് യേശുവില്ല. അവൻ ശീലകൾ ചുരുട്ടി അവിടെ വച്ചിരിക്കുന്നു. ദൂതൻ നിന്ന് പറയുകയാ, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീവനുള്ളവനെ നിങ്ങൾ എന്തിനാ മരിച്ചവരുടെ ഇടയിൽ? അവൻ പൂശാൻ ഒത്തില്ലെന്ന്. യേശുവിനെ പൂശാൻ സോദരി സമാജം, പ്രസിഡന്റ് അമ്മാമ്മ, സെക്രട്ടറി അമ്മാമ്മ, ഇപ്പം പെണ്ണുങ്ങൾക്ക് ഇലക്ഷൻ ആയെന്ന് കേൾക്കുന്നതാന്നേ. ആയോ? ഇനിയിപ്പോ അവരായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? എന്തായാലും കൊള്ളാം, സെക്രട്ടറിയും ട്രഷറും പ്രസിഡന്റ് അമ്മാമ്മയല്ല, യേശുവിനെ പൂശാൻ സുഗന്ധവർഗമായിട്ട് കർത്താവ് എഴുതിയിട്ടില്ലെങ്കിലും എൻ്റെ ചിന്തയാ, പൂശിക്കാം. ഒറ്റയൊരുത്തനെ കൊണ്ട് പൂശിപ്പിച്ചില്ല, എല്ലാം തിരിച്ച് പോന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ബഥാന്യയിലെ മറിയയില്ല. മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയ, സൂസന്നെ, യോഗന്നെ, ശലോമയുണ്ട്. പക്ഷേ രാവിലെ പോയ കൂട്ടത്തിൽ ബഥാന്യയിലെ മറിയ ഇല്ല. അവള് പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അവള് പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ സമയം, കാരണം അവള് തൃപ്പാനത്തിലിരിക്കുക. യേശു പറഞ്ഞതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. നോട്ട് ചെയ്തതെല്ലാം വിശ്വസിച്ചു. അപ്പൊ അവക്ക് മനസ്സിലായി അവിടുന്ന് ഇത് കഴിഞ്ഞാൽ ക്രൂശിക്കപ്പെടാൻ പോകുകയാ, മരിക്കാൻ പോകുക. അങ്ങനെ മരിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എനിക്ക് പൂശാനോ ചെല്ലാനോ ചിലപ്പോൾ ഒത്തെന്ന് വരിക. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ വന്നിരിക്കുക, എൻ്റെ അടുത്ത് വന്നിരിക്കുക. ഇനി ഞാനിത് മറച്ചു വെക്കുന്നില്ല, കൊണ്ട് പൊട്ടിച്ച് തൃപ്പാനത്തിൽ ഒഴിച്ചു. അതുകൊണ്ട് ദൈവം അവളെ ആദരിച്ചു. ഇന്ന് രാത്രി നിന്റെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം കേട്ടോ. ആമേൻ. നാളത്തേക്ക് മാറ്റരുത്, അടുത്ത ദിവസത്തേക്ക് മാറ്റരുത്. ഇത് രക്ഷാ ദിവസമാ, സുപ്രസാര കാലമാ. ഇന്ന് രാത്രി സമയം തക്കത്തിൽ ഉപയോഗിക്കാം. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ.